الله أكبر الله أكبر ولله الحمد. السلام عليكم ورحمة الله وبركاته. الله أكبر الله. السلام عليكم ورحمة الله وبركاته. കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഹൗ യു ഡിയർ സിസ്റ്റേഴ്സ്? അൽഹംദുലില്ലാ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടോപ്പിക് തുടങ്ങാം. نحمده ونصلي على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്താണ് ഇന്നത്തെ ടോപ്പിക്? ഹുസ്ൻ അദ്വൻ ബില്ല, അല്ലെ? എന്താണ് ഹുസ്ൻ അദ്വൻ ബില്ല? അതായത് അല്ലാഹു സുബ്ഹാനഹു തആലയെ പറ്റി നല്ലത് ഓർക്കുക, അതായത് തിങ്കിങ് ഗുഡ് ഓഫ് അള്ളാഹ്. എപ്പോഴും അള്ളാഹിനെ പറ്റിയിട്ട് നല്ലത് മാത്രം ചിന്തിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടോപ്പിക് തുടങ്ങുന്നതിന്റെ മുമ്പേ ഓക്കെ എനിക്ക് അതായത് നമുക്ക് കുറച്ച് റിഫ്ലക്ട് ചെയ്യാനുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ്? അതായത് നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ ഒരു സംഗതി നടന്നിട്ടില്ലെങ്കിൽ ഓക്കെ, നമ്മൾ പല പ്ലാനിങ്ങും പലതും ചെയ്തിട്ടും ഓക്കെ അതൊന്നും നടക്കാണ്ടായി. പല കാലത്തെ പ്ലാനിങ് ആയിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരിക്കും, എന്തെങ്കിലും ആവട്ടെ, വി വർ തിങ്കിങ് ഓഫ് സംതിങ് അല്ലെ, എന്നിട്ട് അത് നടക്കാണ്ട് പോയി. അപ്പം നമ്മളെ മനസ്സിലൂടെ പോകുന്ന ആ ഫസ്റ്റ് തോട്ട് ഉണ്ടല്ലോ അള്ളയെ പറ്റി. ഓക്കെ, എന്തായിരിക്കും അത് ആ തോട്ട്? ഇതൊരു ഉത്തരം തരാനുള്ള ചോദ്യമല്ല, ജസ്റ്റ് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, പിന്നെ നമ്മൾ ദുവ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലെ, എപ്പോഴും നമ്മൾ ദുവ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ ദുവ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം നമ്മളെ ദുവയൊന്നും എന്താണ് സ്വീകരിക്കാത്ത പോലെയാണ് നമ്മൾക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പം നമ്മൾക്ക് അള്ളാഹിന്റെ ഹിക്മ പ്രകാരമായിരിക്കും ഈ ചെയ്ത ദുവന്റെ ആ ഒരു അക്സെപ്റ്റൻസ് ഇപ്പം കിട്ടാത്തത്. ഓക്കെ, ഡു വി തിങ്ക് ദാറ്റ് വേ? അതായത് അള്ളാഹിന്റെ വിസ്റ്റം ആണ്, നമ്മൾ അങ്ങനെയാണോ? അല്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഇതെന്താ അള്ളാഹ് ഒന്നും കേൾക്കുന്നില്ലേ, എന്റെ ദുവ ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ, ഇങ്ങനെയാണോ നമ്മൾ ചിന്ത പോകുന്നത്? ഓക്കെ, നമ്മളിപ്പോ ചുറ്റും ഈ ദുനിയയിൽ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കെയോസ് എവ്രിവെയർ അല്ലെ. എന്തെല്ലാം യുദ്ധങ്ങള്, അന്യായങ്ങള്, പല സഫറിങ്, ഒപ്രഷൻ, എന്തും ഇതെല്ലാം കണ്ടിട്ട് ഓക്കെ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്ലാന് പെർഫെക്റ്റ് ആണോ എന്ന്? അതായത് അള്ളാഹിന്റെ പ്ലാന് പെർഫെക്റ്റ് ആണോ? അല്ലെങ്കിൽ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ പല സംശയങ്ങളും പൊട്ടിമുളക്കുന്നുണ്ടോ? നമ്മൾ വിചാരിക്കുമല്ലോ അള്ളാഹ് കാണുന്നില്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരത്തിൽ നമ്മൾ വരുന്നതുണ്ടോ? പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? വേറെ ചോദ്യം, അതായത് പല ഹാർഡ്ഷിപ്പ്, പല കലാമിറ്റിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ മനസ്സിൽ വരുന്ന ഫസ്റ്റ് ഓക്കെ ചിന്ത എന്താണ്? അള്ളാഹ് എന്താ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, അള്ളാഹ് എന്നെ പണിഷ് ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്, മേ ബി അള്ളാഹ് വാണ്ട് സംതിങ് ബെറ്റർ ഫോർ മീ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ എനിക്ക് തരുന്നത്, ഇങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത്? ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു സംഗതി, നമ്മൾ ഇപ്പൊ ആലോചിച്ച് എന്തെങ്കിലും ഒരു സംഗതി ഓക്കെ നമ്മൾ ആഗ്രഹിച്ചതോ നമ്മൾ എക്സ്പെക്ട് ചെയ്തതോ
നമ്മൾക്ക് ഇപ്പം തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ, ഓക്കെ, നമ്മൾ ആലോചിച്ച് നോക്കാൻ നമ്മൾക്ക് അള്ളാന്റെ, അതായത് കണക്കില്ലാത്ത റഹ്മ, കണക്കില്ലാത്ത ബ്ലെസ്സിങ്സ് ആണോ നമ്മൾക്ക് ഇപ്പം കിട്ടാൻ പോകുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കും, അതായത് നമ്മൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു, ഇങ്ങനെയാണോ നമ്മളെ ചിന്ത? ഇങ്ങനെയാണോ? ഈ ചോദ്യങ്ങളിൽ എന്തിനാണ്? അതായത് നമ്മൾക്കൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്താണ് നമ്മളെ ചിന്ത? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹദീസിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ, ഹദീസ് ഖുദ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ടാണ്. പക്ഷേ എന്താണ് അതിന്റെ വചനങ്ങളെല്ലാം നബിയിൽ നിന്നാണ്. ഓക്കെ, സോ അള്ളാഹ് ഇസ് ദ വൺ ഹു ഈസ് സേയിങ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഹദീസ് ഖുദ്സിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? എന്റെ ഇബാദികൾ എന്നെ പറ്റി എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഓർക്കുന്നത്, അതേപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാവാൻ എന്ന്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആലോചിക്കണം, അതായത് നമ്മൾ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ചിന്തിക്കുന്നത്, അതേപോലെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഇത് നമ്മൾ നല്ലത് ചിന്തിക്കുന്നതാണെങ്കിൽ നല്ലതാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ശരിക്ക് ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഹുസ്ന ദൻ ബില്ലാ. എന്താണ് ഹുസ്ന ദൻ ബില്ലാ? വാട്ട് ഡസ് ഇറ്റ് മീൻ ആക്ച്വലി? ഓക്കെ, അതായത് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയിട്ട് എന്താണ്? നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, അള്ളയിൽ നിന്ന് നല്ലത് മാത്രം പ്രതീക്ഷിക്കണം. ഇതാണ് ശരിക്കും ഹുസ്ന ദൻ ബില്ലാ. അതായത് എന്താണത് ശരിക്കും? ബിലീവിങ് ദാറ്റ് അള്ളാഹ് ഇസ് വെരി മേഴ്സിഫുൾ. അള്ളാഹ് ഭയങ്കര മേഴ്സി ഉള്ളവനാണ്. അള്ളാഹ് അതായത് അള്ളാഹ് ഇസ് വെരി ജസ്റ്റ്. അള്ളാഹ്ക്ക് ഏറ്റവും പെർഫെക്റ്റ് ഹിക്മയാണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഈ ക്വാളിറ്റീസ് എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഉള്ളത് കൊണ്ട് അള്ളാഹ് നമ്മൾക്ക് നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. അതായത് എല്ലാം നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾക്ക് കംപ്ലൈന്റ് ഉണ്ടാവില്ല അള്ളാഹിനെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ. ബിക്കോസ് ഹി ഈസ് ദ വൺ പെർഫെക്റ്റ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്നായിട്ട് അറിയാം എന്താണ് നമ്മൾക്ക് വേണ്ടുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ചിന്തയാണ് ശരിക്കും ഹുസ്ന ദൻ ബില്ലാ. ഓക്കെ, അതായത് നമ്മൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവൂല എന്തിനാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നത്. പക്ഷെ എന്താണ് നമ്മൾ നല്ലത് ചിന്തിക്കുന്നതാണെങ്കിൽ നമ്മൾക്ക് കംപ്ലൈന്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഒരു ബിലീവറിന്റെ ട്രൂ ഹുസ്ന ദൻ ബില്ലാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശ്രമത്തോട് കൂടിയുള്ള പ്രതീക്ഷയും. ഓക്കെ, അതായത് പ്രതീക്ഷ മാത്രം പോരാ, ഹോപ്പ് മാത്രം പോരാ, അതിന് നമ്മൾ എഫേർട്ട് ഇടണം. ഓക്കെ, അപ്പൊ എന്താണ് ട്രൂ ദൻ ബില്ലാ? ശ്രമത്തോട് കൂടിയിട്ടുള്ള എന്താണ്? പ്രതീക്ഷയും, പിന്നെ എന്താണ്? ക്ഷമയോട് കൂടിയിട്ടുള്ള വിശ്വാസവും. ഓക്കെ, ആ വിശ്വാസം നമ്മൾക്ക് അതായത് ശരിക്ക് വേണം. ഇഫ് സംതിങ് ഡസ് നോട്ട് ഗോ അവർ വേ, നമ്മൾക്ക് ആ വിശ്വാസം വേണം, സബർ വേണം, ദാറ്റ് അല്ലാഹ് ഈസ് ഡൂയിങ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഹിക്മയുള്ളവനാണ്. അല്ലാഹ് ഈസ് ഡൂയിങ് വാട്ട് ഈസ് സപ്പോസ് ടു ബി ഡൺ. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾക്കൊന്നും അറിയാൻ പറ്റൂല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുന്നവൻ, ഓക്കെ, അള്ളയിൽ നിന്ന് നല്ലത് മാത്രമേ പ്രതീക്ഷിക്കുള്ളൂ. ഓക്കെ, നല്ലത് മാത്രമേ പ്രതീക്ഷിക്കുള്ളൂ. അപ്പൊ എന്താണ് ഇവിടെ ഇഷ്യൂ? ശരിക്കും എന്താണ് ശരിക്ക്? അതായത് ഇറ്റ് ഇസ് നോട്ട് അള്ളാഹ്സ് മേഴ്സി ലാക്കിങ്ങോ ഒന്നുമല്ല. ഓക്കെ, അള്ളാന്റെ മേഴ്സി ഈസ് പെർഫെക്റ്റ്, അള്ളാന്റെ ലവ് പെർഫെക്റ്റ് ആണ്, അള്ളാന്റെ നോളജ് പെർഫെക്റ്റ് ആണ്. നമ്മളെ വിശ്വാസം അത്ര പോരാ. അവിടെയാണ് അല്ലെ നമ്മൾക്ക് പ്രശ്നം വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. ഓക്കെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾക്ക് എന്താണ് ഈ ഹുസ്ന ദൻ ബില്ലാ നമ്മൾക്ക് വളരെ വളരെ അത്യാവശ്യം അല്ലെ, വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓൾ ഡിസ്പെയർ മാത്രമേ ഉള്ളൂ അല്ലെ, അതായത് നിരാശ, അതേ ഉള്ളൂ. ഇറ്റ് ഹാസ് ബിക്കം വൈഡ് സ്പ്രെഡ് ശരിക്കും ഡിസ്പെയർ അല്ലെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോലികൾ, കുറെ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നു. പിന്നെന്താണ് കുറെ ആൾക്കാർക്ക് എന്താണ് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവുന്നു. ഓക്കെ, പിന്നെന്താണ് ഇൽനെസ്സസ് ആർ വൈഡ് സ്പ്രെഡ് അല്ലെ. എല്ലാവരും നമ്മൾ പറയുന്നില്ലേ, എല്ലാവർക്കും കേട്ട് കഴിഞ്ഞാൽ ഈ അസുഖം തന്നെയാണല്ലോ, സൂക്കേടേ ഉള്ളൂ. എല്ലായിടത്തും നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ സൂക്കേടുകാരാണ് ഏറ്റവും കൂടുതൽ അല്ലെ, സൂക്കേടുകാരാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? പ്രശ്നത്തോട് പ്രശ്നമാണ്. യുദ്ധം ഒരു ഭാഗത്ത്, ഒപ്രഷൻ വേറൊരു ഭാഗത്ത്, അന്യായം ഒരു ഭാഗത്ത് അല്ലെ. നമ്മൾ പറയുന്നില്ലേ, നമ്മൾ അധികം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അതായത്
എന്താണ് ന്യൂസ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ കാണാനുള്ളത്? എന്താ കാണാനുള്ളത്? സമാധാനിക്കുന്ന ഒരു സംഭവവും നമ്മൾ കാണുന്നില്ല, അല്ലെ? ഒരു സമാധാനവും ഇല്ല. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനവും ഇല്ല. ഡിസ്പെയർ ഇസ് വൈഡ് സ്പ്രെഡ്, ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? നമ്മൾ എത്ര പ്രാവശ്യം ഇങ്ങനത്തെ സംഭവം കേട്ടിട്ടുണ്ട്. അതായത് അള്ള എന്താ ഒന്നും കാണുന്നില്ലേ, അള്ള എന്താ ഞാൻ പറയുന്നത് കേൾക്കാത്തത്, ഞാൻ എത്ര എത്ര ദുആ ചെയ്ത് പക്ഷെ ഒന്നും മാറുന്നില്ലല്ലോ, ഒരു ചേഞ്ചും വന്നതില്ലാലോ, എത്ര ഞാൻ ദുആ ചെയ്ത് അള്ള എന്താ കാണാത്ത, അള്ള എന്താ കേൾക്കാത്തത്, എനിക്ക് തോന്നുന്നു അള്ള ശരിക്ക് എന്നെ കെയർ ചെയ്യുന്നില്ല. ഇതെല്ലാം എത്ര ആള് ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും? സത്യം പറ, നിങ്ങൾ എത്ര ആള് ചിന്തിച്ചിട്ടുണ്ടാവും? ഒരു തംസപ്പോ എന്തെങ്കിലും ഇട്ടോ, ഇന്ററാക്ഷൻ. അതായത് നമ്മൾക്ക് അറിയാമല്ലോ നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ടോ? എത്ര ആളെ മനസ്സിലൂടെ ഇങ്ങനത്തെ തോട്ട്സ് പോയിട്ടുണ്ട്? ആരും ഉണ്ടാവില്ല. അതായത് എല്ലാവരും മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്, അല്ലെ? നമ്മൾ പലതും കേൾക്കുമ്പം, പല ആൾക്കാരെയും കാണുമ്പം ഭയങ്കര ഒരു വിഷമാണ് നമുക്ക് തോന്നുന്നത്, അല്ലെ? എന്നിട്ട് പിന്നെ നമ്മൾ തോന്നും എന്താ അവ കാണുന്നില്ലേ, അല്ലെ? പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത് മാത്രമല്ല, നമ്മളിങ്ങനെ ചിന്തിക്കല് മാത്രമല്ല, അതായത് ഈ ചിന്തകളെല്ലാം വളരെ തെറ്റാണ്. ഇതാണ് നേരെ ഓപ്പോസിറ്റ്. ഹുസ്ന ദൻ ബില്ലന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഈ ചിന്ത. ഇതിനെയാണ് സൂ അൽ ദൻ എന്ന് പറയുന്നത്. അതായത് മോശമായ ചിന്ത അള്ളയെ പറ്റിയിട്ട്. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പം, നമ്മൾ ഇങ്ങനെ എന്താണ് ഈ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം എന്താ സംഭവിക്കാൻ? ശൈത്താനും അതിന്റെ മേലെ കയറി കളിക്കും. ഓക്കെ, അതന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം തകർന്നു പോകും. എന്താണ് പ്രശ്നം? നമ്മൾ ഇത് മനസ്സിന്റെ ഉള്ളിൽ ഇട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഷെയ്ത്താൻ ഉണ്ട് അതിന്റെ കൂടെ തന്നെ വന്നിട്ട് അത് നമ്മൾ കൂടുതൽ നമ്മളെ പ്രശ്നത്തിലാണ് ആക്കുന്നത്. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് എന്താണ് പറയുന്നത് ഖുർആനില്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. എന്താണ് പറയുന്നത്? ഒരിക്കലും നിങ്ങൾ ഡിസ്പെയർ ചെയ്യരുത്. അതായത് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. അള്ളാന്റെ റഹ്മ അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളോട് പറയുന്നത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. എന്താണ് ശരിക്കും നിരാശ, ഈ ഡിസ്പെയർ, അതാണ് ശൈത്താന്റെ ടൂൾ. ഓക്കെ, അതാണ് ശൈത്താന്റെ ടൂൾ. ഒരു ബിലീവറിന്റെ ആയുധം എന്താണ്? അതർ ദൻ ദുആ. എന്താണ്? ഹോപ്പ്, പ്രതീക്ഷ. ഓക്കെ, അപ്പൊ നമ്മൾ ശൈത്താന് നമ്മൾ അത് അങ്ങേയറ്റം അതിനെ എന്താ പറയാന്, അതിനെ അങ്ങ് അടിച്ചമർത്തണം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല്. അതായത് ശൈത്താനാണ് നമ്മൾക്ക് ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും ഇതെല്ലാം വെറുതെ ഇങ്ങനെ ചിന്തിച്ച് കാട് കയറി ചിന്തിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കാട് കയറി ചിന്തിക്കുമ്പോ എന്താണ് സംഭവിക്കാന്? പ്രശ്നത്തോട് പ്രശ്നം തന്നെയാണ് ഉണ്ടാവാൻ. ഓക്കെ, അതാണ് എപ്പോഴും നമ്മൾ പോസിറ്റീവ്. ഇപ്പൊ നിങ്ങളിപ്പം സൈക്കോളജി നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അവരെന്താണ് പറയുന്നത്? ബി കണ്ടെന്റ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതോ കാലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലെ? ഫോക്കസ് ഓൺ ദ പോസിറ്റീവ്. ഇതെല്ലാം ഓൾറെഡി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇനി അതായത് ഹുസ്ന വൻ ബില്ലാ, ഇത് നബി അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ കലാമിലൂടെ നമ്മൾക്ക് പല നബിമാരെ കഥകളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറേ ഉണ്ട്, കുറച്ച് നമ്മൾക്ക് നോക്കാം. സം എക്സാമ്പിൾസ് ഫ്രം ദ ഖുറാൻ. ഇതെല്ലാം പവർഫുൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്? ഈ കഥകളൊക്കെ വെറുതെ എന്റർടൈൻമെന്റിനല്ല, അതിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം, ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം. ഓക്കെ, ഇബ്രാഹിം അലൈഹിസ്സലാം ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ഖലീലാണ്. ഖലീലുല്ലാഹ് എന്നാണ് പറയുന്നത്, അല്ലെ? ഇന്റിമേറ്റ് ഫ്രണ്ട്. സുബ്ഹാനല്ലാഹ്, ഒന്ന് നോക്കിയേ, ഇന്റിമേറ്റ് ഫ്രണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കഥ നിങ്ങൾ എല്ലാവരും അറിയുന്നത് തന്നെയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാം ചെറുപ്പം മുതൽ തന്നെ എന്താണ് ആ തൗഹീദ് മനസ്സിന്റെ ഉള്ളിൽ എന്താണ് ഫേം ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ആളാണ്. ചെറുപ്പം മുതലേ തന്നെ ഹിസ് ഫിത്ര വാസ് വെരി ക്ലീൻ. അതുകൊണ്ട് എങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നില്ലേ? വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന്. എന്താണത്? ഒരിക്കലും ഇബ്രാഹിം അലൈഹി സ്വലാം മുശ്രിക്കിന്റെ കൂട്ടത്തിൽ പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എടുത്ത് പറയുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി വാസ് സറൗണ്ടഡ് ബൈ ഈ മുശ്രിക്ക്, ബൈ ഈവിൾ. അതായത്
എന്താണ് തൗഹീദിന്റെ ഒരു സംഗതി പോലും ആ കൗമിന് അറിയില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ്, അതായത് നമ്മളിപ്പോ പറയുന്നില്ലേ എന്തൊരു ലോകമാണ് ഈ കുട്ടികളെ വളർത്താൻ, എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ ലോകത്ത്. ശരി തന്നെയാണ്. പക്ഷെ നോക്ക് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ നോക്ക്, അങ്ങനത്തെ അതായത് ശരിക്കും പറഞ്ഞാൽ മുശ്രിക്കിന്റെ കുണ്ടിൽ ആയിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാം. എന്നിട്ട് അവിടുന്ന് ഹിസ് ഫെയ്ത്ത് നെവർ വേവേർഡ്. എന്തുകൊണ്ടാണ് ആ ഫെയ്ത്ത് ഒരിക്കലും അത് താവാണ്ടിരുന്നത്? ബിക്കോസ് ഹി ഹാഡ് ഹുസ്ന ദൻബില്ലാ. ഇത് തന്നെ നോക്കിയാൽ മതി. ഇബ്രാഹിം അലൈഹി സ്വലാം പല വിധത്തിലും ദാവ ചെയ്തിരുന്നു, പക്ഷെ ആരും സ്വന്തം ഉപ്പ പോലും, അതായത് സ്വന്തം ഉപ്പ പോലും വാസ് എഗൻസ്റ്റ് ഹിം. ഓക്കെ, നമുക്ക് ഈ കഥകളൊക്കെ അറിയുന്നതാണ്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ഇവരെല്ലാവരും കൂടിയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ സുബ്ഹാനല്ലാഹ്, യുവർ ഓൺ പീപ്പിൾ. ഓക്കെ, നാട്ടുകാർ പോട്ടെ, വീട്ടുകാർ പോലും എഗൻസ്റ്റ് യു. ഒന്ന് ആലോചിക്കുക, സ്വന്തം ഉപ്പ ഈസ് എഗൻസ്റ്റ് യു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. അതായത് കൊല്ലാൻ വരും, ഒരു മടിയും ഇല്ല. ഓക്കെ, അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ഈ ഫുൾ നാട്ടുകാർ മൊത്തം എന്താണ് കത്തിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, ബേണിംഗ് ഹിം അലൈവ്. അതിൽ തന്നെ ക്രൂരത നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, ആ കൊല്ലുന്ന ക്രൂരത തന്നെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവരെല്ലാവരും കൂടി എന്താണ് ചെയ്തത്? ഇവരൊരു വലിയ ഒരു തീ ഉണ്ടാക്കി. ഇതൊരു മാസമാണ് ഇവര് ശരിക്ക് റിപ്പോർട്ട്സിൽ പറയുന്നത് എന്താണ്, ഒരു മാസം ഇവര് ഈ തീ ആക്കാൻ വേണ്ടിയിട്ട് നിന്നു. അതായത് പലതും അതിന്റെ ഉള്ളില് പല കാര്യങ്ങൾ, അതായത് വുഡും അതും ഇതും, അതായത് വലിയൊരു തീ കൊണ്ടാണ് ഇവർക്ക് ആക്കേണ്ടത്. അങ്ങനെ ഇവരൊരു മാസമാണ് ഇവരിങ്ങനെ അങ്ങനെ ഇതൊരു വലിയ റേജിങ് ആയിട്ടുള്ള ഒരു ഫ്ലെയിം ആയി മാറി. അപ്പൊ എന്താണ് പറയുന്നത്? പക്ഷികൾ മേലേലൂട്ട് പോകുന്നുണ്ടെങ്കിൽ അവര് വരെ കത്തിയിട്ട് വീഴുമെന്ന്. ഓക്കെ, സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രക്ക് ചൂട് നിങ്ങൾ ആലോചിക്കണം. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഒരു ഫുൾ കൗമ് നിങ്ങളെ ഉപ്പ അടക്കം നിങ്ങളെ കൊണ്ടുപോയി കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ഓക്കെ, അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഇവർക്ക് നേരെ കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റുള്ളൂ, കാരണം അവരും കത്തിപ്പോവും. അപ്പൊ എന്താണ് ചെയ്തത്? ഒരു കാറ്റപ്പുൾട്ട് ഇട്ടിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അതിന്റെ മേലയിൽ വെച്ചിട്ടാണ് ഒറ്റ ഉന്ത്. ഓക്കെ, അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാം ഇങ്ങനെ പറന്നിട്ടാണ് അതിലേക്ക് വീഴാൻ പോകുന്നത്. ഈ പറക്കുന്നതിന്റെ ഇടയിൽ ഓക്കെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കും ഇബ്രാഹിം അലൈഹി സ്വലാമിനോട്, എന്താ ചെയ്യേണ്ടത്, എന്ത് ഹെൽപ്പാ വേണ്ടുന്നത്? അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാം എന്താണ് പറയുന്നത്? സുബ്ഹാനല്ലാഹ്, എന്താണ് പറയുന്നത്? ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. എന്താണ് പറയുന്നത്? എനിക്ക് അള്ളാഹ് മതി. അള്ളാഹ് ഇസ് സഫിഷ്യന്റ് ഫോർ മീ. എനിക്ക് അള്ളാഹ് മതി. അള്ളാഹ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ. അള്ളാഹ് മതി. നമ്മളെ പോലത്തെ ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും അതൊന്ന് രക്ഷപ്പെടുത്തുന്നില്ല. നമ്മൾ പറയാൻ ജിബ്രീൽ അലൈഹി സ്വലാമല്ല ആര് വന്നു കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തും. ഇബ്രാഹിം അലൈഹി സ്വലാം ഈ തീയിൽ പോകുന്നതിന്റെ ഇടയിലാണ് ഈ പറയുന്നത് ജിബ്രീൽ അലൈഹി സ്വലാമിനോട്, ഹസ്ബി അള്ളാഹ്, അള്ളാഹ് മതി, അള്ളാഹ് നോക്കിക്കോളും. അതാണ് ഹുസ്നു ദൻബില്ലാഹ്. എന്താണ് സംഭവിച്ചത്? ആ ഹസ്ബി അള്ളാഹ് പറഞ്ഞപ്പം എന്താണ് സംഭവിച്ചത്? അള്ളാഹ് സുബ്ഹാനഹു തആല എന്താണ് പറഞ്ഞത്? അതായത് ആ തീയോട് പറഞ്ഞു, യാ നാർ കൂനി ബർദൻ. എന്താണ് പറഞ്ഞത്? ആ തീയോട് പറഞ്ഞ് നീ ഒന്ന് കൂളാവാൻ. എന്നിട്ട് എന്താണ്? കൂള് മാത്രമല്ല, വസലാമുൻ അലാ ഇബ്രാഹിം. വസലാമുൻ അലാ ഇബ്രാഹിം എന്താണ്? അതായത് കൂളായി കഴിഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടി തണുപ്പായി പോവില്ലേ? അതായത് തണുത്തു പോകണ്ട. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമാധാനം അവനിക്ക് നൽകു. അപ്പൊ തീനോടാണ് ഈ പറയുന്നത്. ഫോർ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇതെല്ലാം അള്ളാഹിന്റെ സൃഷ്ടിയാണ്, അള്ളാഹ്ക്ക് എന്തും ചെയ്യാം. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമിന് വേണ്ടിയിട്ട് ഒരു തീനെ കൂളാക്കി സമാധാനപരമാക്കി കൊടുത്ത്. എന്തുകൊണ്ടാണ് സമാധാനം ആക്കി കൊടുത്തത്? ഹുസ്നു ദൻബില്ലാഹ്. അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതായത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പം ആരോ ചോദിക്കും ഇബ്രാഹിം അലൈഹി സ്വലാമിനോട്, അതായത് നിങ്ങൾ നല്ല സമാധാനമായ ഒരു സമയം നിങ്ങളത് ഏതായിരുന്നു? ഇബ്രാഹിം അലൈഹി സ്വലാം പറയുന്നത് എന്താണ്? ആ തീയിലായിരുന്നു എനിക്ക് ഏറ്റവും സമാധാനം കിട്ടിയത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തീയിലാണ് ഏറ്റവും സമാധാനം കിട്ടിയത്. ആരാണ് ആ സമാധാനം നൽകിയത്? ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ? സുബ്ഹാനല്ലാഹ്. ഓക്കെ, പിന്നെ എന്താണ്? ഹാജർ അലൈഹിസ്സലാമിനെ നമുക്ക് നോക്കാം കഥ. എന്താണ് ഹാജർ അലൈഹിസ്സലാം? ഓക്കെ, ഹാജർ അലൈഹിസ്സലാമിന് കുട്ടിയായതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയുന്നതാണ്,
നീ ഹാജറിനെയും മോനെയും കൂട്ടിയിട്ട് നീ മക്കത്തേക്ക് പോകാൻ. ഓക്കെ, മക്ക ആ സമയത്ത് നമ്മൾ ഈ കാണുന്ന പോലത്തെ ഒന്നുമില്ലായിരുന്നു, ഒന്നുമില്ല. ഒരു ഉണങ്ങിയ സ്ഥലം, പാറ, അതായത് ഒന്നും അവിടെ വളരൂല, ഒന്നും, വെള്ളം പോലും ഇല്ല, വെള്ളം പോലും ഇല്ല. ഓക്കെ, അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാം ഇവർ അവിടെ ആക്കും. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാം ഒറ്റ തിരിഞ്ഞ് നടത്താണ്. അപ്പൊ ഇവരിങ്ങനെ പറയും, ഇതെന്താ നമ്മളെന്ത് ഇവിടെ ആക്കിയിട്ട് പോന്ന, എന്താന്ന് 2-3 പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരുന്നിട്ടും ഇബ്രാഹിം അലൈഹി സ്വലാം ഒന്നും അനങ്ങൂല. ഇബ്രാഹിം അലൈഹി സ്വലാം ഇങ്ങനെ മുന്നോട്ട് നടന്നു പോകും. ഹാജർ അലൈഹി സ്വലാം അന്നേരം പിന്നെ ചോദിക്കുന്നതാണ്, ആ അള്ളാഹു അമറക ബിഹാദ, അതായത് അള്ളയാണോ ഇത് കമാൻഡ് ചെയ്തത്? അന്നേരം ഇബ്രാഹിം അലൈഹി സ്വലാം തലയോണ്ട് ആട്ടും. അന്നേരം എന്താണ് ഇവർ പറയുന്നത്? എന്നാ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നോക്കിക്കോളും, നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോളും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീ, ഒരു ബേബിയാണ്, അതായത് കൈക്കുഞ്ഞ്. ഓക്കെ, വെള്ളം പോലും ഇല്ല, വെള്ളം പോലും ഇല്ല, ഉണങ്ങിയ സ്ഥലം, ആൾക്കാരില്ല, ഒന്നുമില്ല. ഓക്കെ, ഒന്നുമില്ല, നല്ലോണം ജീവിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ആകെ മാറിപ്പോയി. പക്ഷേ എന്താണ് ഇവർ പറഞ്ഞ, എന്ത് വകയില എന്നെ ഇവിടെ കൊണ്ടേ ആക്കല്, ഇതെന്താ, അതെങ്ങനെയാ, ഇങ്ങനെയാ, മറ്റെങ്ങനെയാ, എന്തെങ്കിലും പറഞ്ഞോ? ആകെ ചോദിച്ചെന്താണ്, അള്ളാന്റെ കമാൻഡ് ആണോ? എന്നാ പിന്നെ അള്ളാഹ് വിൽ ടേക്ക് കെയർ ഓഫ് അസ്. എന്തുകൊണ്ടാണ് അള്ളാഹ് വിൽ ടേക്ക് കെയർ ഓഫ് അസ് പറഞ്ഞത്? എന്തുകൊണ്ടാണ്? ഹുസ്ന ദൻബില്ല. അതുകൊണ്ട് അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? നമുക്ക് എല്ലാവർക്കും ആ കഥ അറിയാം, അല്ലെ? എല്ലാവർക്കും ആ കഥ അറിയാം. അതാണ് നമ്മൾ നേരത്തെ കേട്ടില്ലേ, അതായത് ട്രൂ ദൻബില്ല എന്താണ്? ശ്രമത്തോട് കൂടിയിട്ടുള്ള എന്താണ്? പ്രതീക്ഷയും, പിന്നെന്താണ് നമ്മൾ കേട്ടത്? ക്ഷമയോട് കൂടിയിട്ടുള്ള വിശ്വാസം. അവിടെ അത് ഹാജർ അലൈഹി ഇസ്ലാം നമുക്ക് കാണാം. ആ ശ്രമം, അല്ലെ, ഓർ നടത്തിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും 7 പ്രാവശ്യം നടന്നപ്പം എന്താണ് പിന്നെ? അള്ളാഹു സുബ്ഹാനഹു വ തആല സംസം, അത് നമ്മൾ ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ? സുബ്ഹാനല്ലാഹ്, കണ്ടില്ലേ? അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയിട്ട് നമ്മൾ നല്ലത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതേ വരും. പിന്നെന്താണ് അടുത്തത്? മൂസ അലൈഹി ഇസ്ലാമിന്റെ കഥ ഇതായിരിക്കാണ് അറിയാത്തത്, അല്ലെ? മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ലാസ്റ്റ് കൽപ്പിക്കും, എന്താണ്? ബനി ഇസ്രായേലിനെയും കൂട്ടിയിട്ട് നീ വിട്ടോ, രാത്രി തന്നെ നീ വിട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമും ബനി ഇസ്രായേൽ 6 ലക്ഷം ആൾക്കാരുണ്ട്. ഓക്കെ, ഇവരെയും കൂട്ടിയിട്ട് എന്താണ്? മൂസ അലൈഹി ഇസ്ലാം പോകുന്നതാണ്. ഫിറൗനും കൂട്ടരും ഉണ്ട് ബാക്കിൽ. ഓക്കെ, ഇവർ നേരെ വന്ന് നിൽക്കുന്നത് എന്താണ്? കടലിന്റെ മുമ്പിലാണ്. ഒരു രക്ഷയും ഇല്ല. മുമ്പിൽ കടല്, ബാക്കില് ആരാണ്? ഫിറൗനും കൂട്ടരും ഇവരെ കൊല്ലാൻ വരുന്നു. മൂസ അലൈഹി സ്വലാമിന്റെ കൂടെ ആൾക്കാർ എന്താണ് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, എന്താ അവര് പറഞ്ഞത്? ബനി ഇസ്രായേല് എന്താ പറഞ്ഞത്? അവര് എന്താ പറഞ്ഞത്? ടൈപ്പ് ചെയ്തത് ഒരു ഉണർവ് വരട്ടെ. എന്താ പറഞ്ഞത്? ആർക്കാ ഓർമ്മ? എന്താണ് ബനി ഇസ്രായേൽ എന്താണ് പറയുന്നത്? ഇന്നാ ലമുദ്രകൂൻ. എന്താണ്? നമ്മൾ എന്തായാലും മുങ്ങി മരിക്കാൻ തന്നെ പോകുന്നതാണ്, അല്ലെ? മുങ്ങി മരിക്കാൻ പോകുന്ന നമ്മള്. അന്നേരം എന്താണ് മൂസ അലൈഹി സ്വലാം പറഞ്ഞത്? എന്താണ് മൂസ അലൈഹി സ്വലാം പറഞ്ഞത്? അതായത് ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും ഹോപ്പ് ഈ സിറ്റുവേഷനിൽ നമ്മൾക്ക് കാണുന്നുണ്ടോ? ഉണ്ടോ? നമുക്ക് ഈ കഥകളെല്ലാം ഭയങ്കര ബൈഹാർട്ടാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ഒരു സീന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇമാജിൻ ദാറ്റ് യു ആർ ദെയർ. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും ഹോപ്പ് നിങ്ങൾക്ക് കാണുമോ അങ്ങനെ ഒരു സമയത്ത്? ടൈപ്പ് ചെയ്തോ സിസ്റ്റേഴ്സ്? അതെ, എന്തെങ്കിലും ഹോപ്പ്? നത്തിങ്, അല്ലെ? ഒരു ഹോപ്പും ഇല്ല, ഒരു ഹോപ്പും. മൂസ അലൈഹി സ്വലാം എന്താണ് പറയുന്നത്? മൂസ അലൈഹി സ്വലാം ഹോപ്പ്ലെസ് ആയോ? ഇല്ല. മൂസ അലൈഹി സ്വലാം എന്താണ് പറഞ്ഞത്? ഖല്ല. എന്താണ് ഖല്ല എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മൾ ഒച്ചയിട്ട് പറയില്ല, ഒരിക്കലും ഇല്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്താണ് പറയുന്നത്? തീർച്ചയായും, കണ്ടില്ലേ? ഇന്ന, തീർച്ചയായും എന്റെ റബ്ബി, എന്റെ റബ്ബ് എന്റെ കൂടെ തന്നെ ഉണ്ട്. സയഹ്ദീൻ, എനിക്ക് എന്തായാലും വഴി കാണിച്ചു തരും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ശരിക്കത് ആ സീനൊന്നും നിങ്ങൾ ഇമാജിൻ ചെയ്യും. ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണത്, അല്ലെ? ഹോപ്പ്ലെസ്. എന്നിട്ട് അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ചെയ്തു കൊടുത്തത്? ആ കടല് അങ്ങ് എന്താണ്? പിളർന്നു. ഓക്കെ, കടല് പിളർന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അടിയിലുള്ള എന്താണ്? എന്താണ്? ചളി പോലെയല്ലേ ഉണ്ടാവാന്? കാറ്റ് വന്ന് അതിനെ ഡ്രൈ ആക്കി കൊടുത്തു. ഓക്കെ, എന്നിട്ടാണ് ഇവരെല്ലാവരും കടന്നു പോയത്.
അപ്പൊ എവ്രി വൺ സോ ദീസ് മിറക്കിൾസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബനി ഇസ്രായേൽ ശരിക്കും അവർ ഈ മിറക്കിൾ അവരെ കണ്ണുകൾ കൊണ്ട് അവര് കണ്ട് അവർ എക്സ്പീരിയൻസ് ചെയ്തു. അത് എന്തുകൊണ്ടാണ്? ഒരേ ഒരാള് ഹുസ്നവൻ ബില്ല ആയതുകൊണ്ട്. ആ ഒരു നല്ല ചിന്ത അള്ളയിൽ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂലായിരുന്നു, അല്ലെ? പിന്നെ നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യം നമ്മൾ ആലോചിച്ചാൽ പോരെ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കൂടിയിട്ട് എന്താണ് ഹിജ്റ ചെയ്യുന്നതാണ്. അപ്പൊ ഭയങ്കര പ്രശ്നമാണല്ലോ, കാരണം നബിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഖുറൈശികൾ കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഒരു അറ്റംപ്റ്റ് കുറെ പ്രാവശ്യം നടത്തിയിട്ടും അല്ലാഹു ഈസ് ദേർ, അതുകൊണ്ട് അവർക്ക് അത് പറ്റിയിട്ടില്ല. അങ്ങനെ എന്താണ് ഇവരൊരു കേവിൽ പോയിട്ട് ഒളിക്കുന്നതാണ്, അല്ലെ? ആ കേവിൽ പോയിട്ട് ഒളിച്ചപ്പം എന്താണ് ഈ ഖുറൈശികള് ആ കേവിന്റെ തൊട്ടടുത്ത് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഭയങ്കര ബേജാറായി പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ശരിക്കും ഹി വാസ് വെരി ടെറിഫൈഡ്. ഓക്കെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്? യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ ഇവര് നമ്മളെ പിടിക്കുന്നു. കാരണം എന്താണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം പേടിയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എന്തെങ്കിലും ചെയ്യുന്ന പേടിയായിരുന്നു. അപ്പൊ ആ ബേജാറില് എന്ത് കാമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്സൻ, നീ സങ്കടപ്പെടണ്ട, ഇന്നല്ലാഹ മഅന, എന്താണ്? തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ അറിയാലോ, അല്ലേ? ആലോചിച്ച് നോക്ക്, ഇതെല്ലാം എന്താണ് ഈ മിറക്കിൾസ്? ഇവർക്കെല്ലാം അഫ്കോഴ്സ് എല്ലാവരും പറയും ഇത് പ്രോഫിറ്റ് അല്ലേ. പ്രോഫിറ്റ് തന്നെയാണ്. പ്രോഫിറ്റ് ആയിട്ടും എന്താണ് ആ ഹുസ്നദൻ ബില്ലാ ഉള്ളത് കൊണ്ട് എന്താണ് അള്ളാഹ് അവരെ വഴി തുറന്നു കൊടുത്തു, അല്ലെ? അവർക്ക് എന്താണ് മിറക്കിൾസ് കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ഇത് നമ്മൾ തന്നെ കൊതിക്കൂലേ ചില സമയത്ത് കേൾക്കാനും, അല്ലെ? അതായത് സങ്കടപ്പെടണ്ട എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ്, അതായത് നമ്മളിപ്പോ കേട്ട കഥകളെല്ലാം എന്താണ്, അതായത് ഹുസ്ന വൻ ബില്ല ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം നമ്മൾക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഇത് നോക്കിയാൽ മതി. അതായത് സു അൽ വൻ വന്നേ, നമ്മളിപ്പോ കോൺട്രാക്ട് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് സു അൽ വൻ, നമ്മള് മോശമായ ചിന്ത നമ്മളെ മനസ്സിൽ വരുമ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് ശരിക്കും? അതായത് നമ്മൾ എന്താ വിചാരിക്കുന്നത്, അള്ളാഹ് നമ്മളെ സഹായിക്കൂല എന്ന് നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ദെൻ വാട്ട് ആർ വി ഡൂയിങ്? നമ്മൾ അള്ളാന്റെ റഹ്മന്റെ വാതിലുകളാണ് നമ്മൾ അടക്കുന്നത്. നമ്മളായിട്ടാണ് അടക്കുന്നത്, അള്ളാഹ് അടക്കൂല. നമ്മളാണ് ഇതിന്റെ കാരണം. ഓക്കെ, അള്ളാഹ് അൺഫെയർ ആണ്, അള്ളാഹ് എന്തുകൊണ്ട് എന്റെ ദുവ കേൾക്കുന്നില്ല? ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്? പിന്നെ നമ്മളെ ദുവക്കൊന്നും ഒരു ഇതുണ്ടാവില്ല, ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവില്ല. അതായത് ആ ദുവ നമ്മൾ ഇങ്ങനെ ഹാഫ് ഹാർട്ടഡ്ലി ആണ് നമ്മൾ ചിലപ്പോൾ, അതായത് ഒരു ഇതും ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യാൻ, ബിക്കോസ് നമുക്ക് ആ വിശ്വാസം ഇല്ല. ഇതാണ് സൂഅൽ സന്നിന്റെ ഡേഞ്ചർ. ഓക്കെ, പിന്നെന്താണ്, നമ്മൾ വിചാരിക്കും അള്ളാഹ് എന്താ എന്നെ നോക്കുന്നില്ലേ, അള്ളാഹ് എന്നെ അബാൻഡൻ ചെയ്തോ? അപ്പൊ എന്താണ്, നമ്മളെ ഇബാദത്തുകളിൽ വരെ അത് പ്രശ്നം വരും. ശരിയല്ലേ? അതായത് പല പല പ്രശ്നങ്ങളും വരുമ്പം നമ്മൾ നമ്മളെ പറ്റിയിട്ട് തന്നെ ആലോചിക്കണം. അതായത് നമ്മൾ അള്ളയിലേക്ക് നമ്മൾ തിരിയുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ദേഷ്യോ അരിശോ ക്ഷമയില്ലായ്മയും എന്താണ് നമ്മളിൽ നിന്ന് വരുന്നത്, നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്താണ്? ഓക്കെ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു വിചാരം ഉണ്ടെങ്കിൽ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ തന്നെ നമ്മളെ വാൺ ചെയ്തിട്ടുണ്ട്. എന്ത്? വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത് അദ്ദാന്നീന ബില്ലാഹി ദന്നസ്സൗ. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല അദാബ് പണിഷ് ചെയ്യും ആരെയെല്ലാം? വൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്. ഓക്കെ, അതായത് മുനാഫിക്കീങ്ങളായ കപട വിശ്വാസികളായ ആണിനെയും പെണ്ണിനെയും, മുശ്രിക്കീന വ മുശ്രിക്കാത്ത്. ഓക്കെ, അതായത് ശിർക്ക് ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും. പിന്നെന്താണ് പറയുന്നത്? ബില്ലാഹി ദന്നസ്സൗ. എന്താണത്? അതായത് അള്ളാഹിനെ പറ്റിയിട്ട് ചീത്തയായ വിചാരങ്ങൾ വരുന്നവരാ അല്ലാഹു സുബ്ഹാനഹു തആല പണിഷ് ചെയ്യും എന്നുള്ളത്. അപ്പൊ ഇറ്റ് ഇസ് ഓൾസോ എ വാർണിംഗ്. കണ്ടില്ലേ, ആരുടെ കൂടെയാണ് കൂട്ടം കൂട്ടിയത്? മുനാഫിക്കിന്റെ കൂടെയും മുശ്രിക്കിന്റെ കൂടെയും, അല്ലെ? അപ്പൊ ഇതൊരു വാർണിംഗ് ആണ്. അല്ലാഹു സുബ്ഹാനഹു തആലയെ പറ്റിയിട്ട് ഒരു ബിലീവർ നല്ലത് മാത്രമാണ് വിചാരിക്കുള്ളൂ. നിങ്ങളെല്ലാം സൂറ ബക്കറ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബനി ഇസ്രായേലിനെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതിയില്ലേ, എന്തായിരുന്നു അവർക്ക് ഫുൾ ടൈം കംപ്ലൈന്റ്, അവർ പറയുന്നതൊന്നും ചെയ്യൂല, അവർ വെരി നെഗറ്റീവ് പീപ്പിൾ ആയിരുന്നു. ഓക്കെ, അവർക്ക് എപ്പോഴും കംപ്ലൈന്റ് ആയിരുന്നു.
അപ്പൊ അവരെ നമ്മൾ കണ്ടല്ലോ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പണിഷ് ചെയ്യുന്നത്, എന്തെല്ലാം പണിഷ്മെന്റ് ആണ് അവർക്ക് കൊടുത്തത് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മൾക്ക് കൾട്ടിവേറ്റ്, നമുക്ക് എങ്ങനെയാ ബിൽഡ് ചെയ്യാൻ പറ്റാൻ ഈ ഹുസ്ന വൻ ബില്ല നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യും? ഓക്കെ, അപ്പൊ അത് നമ്മൾക്ക് നോക്കാം. കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്പർ 1, ഹൗ ഡു വി കൾട്ടിവേറ്റ് ദിസ് ഹുസ്ന വൻ ബില്ല? ഓക്കെ, നമ്പർ 1 എന്താണ്? മേക്ക് ദുആ വിത്ത് കൺവിക്ഷൻ. അതായത് യക്കീനോട് കൂടി വേണം നമ്മൾ ദുആ ചെയ്യാൻ. ഓക്കെ, ദുആ ഇസ് എ വെപ്പൺ ഓഫ്, അതായത് ഒരു ബിലീവറിന്റെ ആയുധമാണ് ദുആ. ആ ദുആ നമ്മൾ യക്കീനോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹ് ഇത് സ്വീകരിക്കുമായിരിക്കുമല്ലേ? ആ എല്ലേ ചോദ്യത്തിൽ തന്നെ എന്താണ് ആ യക്കീൻ എവിടെയോ ഒരു പ്രശ്നം വന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത് ഹദീസില്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹിനെ വിളിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ഉത്തരം കിട്ടും എന്നുള്ള ബോധത്തോടെയായിരിക്കണം നിങ്ങൾ വിളിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. എന്ത്? വഖാല റബ്ബുക്കും അദ്ഊനി അസ്തജിബ് ലക്കും. എന്താണ് പറയുന്നത്? വഖാല റബ്ബുക്കും, നിന്റെ റബ്ബാണ് നിന്നോട് പറയുന്നത്. ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിക്കുക, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. ഉദ്ഊനി, കണ്ടില്ലേ? യൂഷ്വലി നിങ്ങൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഖുർആനില് കുറെ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്ലൂറലാണ് ഉപയോഗിക്കാൻ, അല്ലെ? അതായത് അസ് അല്ലെങ്കിൽ വി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പ്രത്യേകിച്ച് റൂൾസ്, ലോസ് ഇതൊക്കെ പറയുമാണ് റോയൽ വി യൂസ് ചെയ്യാൻ. ഇവിടെ കണ്ടില്ലേ, അല്ലാഹു ഹാസ് മെയ്ഡ് ഇറ്റ് പേഴ്സണൽ. നിങ്ങൾ നോക്ക്, ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിക്കേ. അസ്തജിബ് ലക്കും, എന്താണ് അസ്തജിബ് ലക്കും എന്ന് പറയുന്നത്? എന്താണ് അത് ശരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് ഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്, എന്നെ വിളിക്ക് നിങ്ങൾ. നിങ്ങളെ റബ്ബാണ് പറയുന്നത്. അവിടെ തന്നെ കണ്ടില്ലേ, അള്ളാഹ് എന്നുള്ള വാക്കല്ല കൊടുത്തിട്ടുള്ളത്, നിങ്ങളുടെ റബ്ബ്. ആരാണ് നമ്മളുടെ റബ്ബ്? നമ്മളെ റബ്ബ് വളരെ മേഴ്സിഫുൾ ആണ്, അല്ലെ? വളരെ കൈൻഡ് ആണ്. അത്രയും നല്ല നല്ല ക്യാരക്ടറിസ്റ്റിക് ഉള്ള റബ്ബ്. ആ റബ്ബിന്റെ വേർഡിൽ തന്നെ എന്തെല്ലാം അർത്ഥങ്ങളുണ്ട്, അല്ലെ? നമ്മളെ നോക്കി നടത്തുന്നവൻ, നമ്മളെ നേർച്ചറർ, നമ്മളെ ചെറിഷർ, നമ്മളെ സസ്റ്റെയിനർ, നമ്മളെ സൃഷ്ടാവ്, എല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നു തരുന്നത്. ആ റബ്ബിനെ വിളിച്ച്, ആ റബ്ബിനോടാണ്, ആ റബ്ബാണ് പറയുന്നത് നമ്മളോട്, നീ നിങ്ങൾ എന്നെ വിളിക്ക്. അസ്തജിബ് ലക്കും. അസ്തജിബ്, ഈ വേർഡ് ശരിക്കില്ലേ, ചില സംഗതികളെല്ലാം ഉണ്ടല്ലോ, നമ്മള് അറബിക് ലാംഗ്വേജിൽ തന്നെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് അന്നേരാണ് അതിന്റെ ബ്യൂട്ടി ശരിക്കും വരാൻ. ഓക്കെ, എന്താണ് പറയുന്നത്? അസ്തജിബ്. ഓക്കെ, അസ്തജിബ് ഈ വേർഡ് വന്നിട്ടുള്ളത് ജീൻ വാവ് ബാ. ഓക്കെ, ഈ ജീൻ വാവ് ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റെസ്പോണ്ട് ആണ്, ടു ആൻസർ, അതായത് തിരിച്ച് പറയാൻ, ആൻസർ ചെയ്യാൻ, റെസ്പോണ്ട് ചെയ്യാം. ഇപ്പൊ ഇത് നിങ്ങൾ കണ്ടില്ലേ, ഒരു എക്സ്ട്രാ വേർഡ് അവിടെ വന്നിട്ടുണ്ട്, ഇസ്ത. ഓക്കെ, ഇത് അതിന്റെ പാറ്റേൺ ആണ്. നിങ്ങൾ ഗ്രാമർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഓക്കെ, അതായത് ഈ പാറ്റേണിൽ വരുമ്പം ഇസ്തജാബ എന്ന് വരുമ്പം എങ്ങനെയാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഐ വിൽ റെസ്പോണ്ട്. എങ്ങനെ? നിങ്ങൾ വിചാരിക്കുന്നതിന്റെ കാട്ടിയും അപ്പുറമാണ് ഞാൻ നിങ്ങളെ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്. അസ്തജിബ്. ഓക്കെ, ഇതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അതായത് സക്കരിയ അലൈഹിസ്സലാം. ഓക്കെ, സക്കരിയ അലൈഹിസ്സലാം എത്രയോ വയസ്സായി അങ്ങ് എത്തി, 100 വയസ്സ് എന്നാ പറയുന്നത്. ഓക്കെ, ആ ഒരു ഇതില്. എന്നിട്ടും സക്കരിയ അലൈഹിസ്സലാം ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ദുആ, ഹി നെവർ ഗേവ് അപ്പ്. ഓക്കെ, എന്നിട്ട് അവിടെ നിന്നിട്ട് തന്നെ എന്താണ് ഈ ദുആ ചെയ്യുന്നത്? എന്താണ്? യാ റബ്ബ്, അതായത് ഞാൻ വയസ്സായി അങ്ങ് എത്തിയിട്ടുണ്ട്, എന്റെ മുടിയെല്ലാം ഫുൾ വെളുത്ത് അങ്ങ് എത്തിയിട്ടുണ്ട്, എന്റെ കൊട്ടും ബോൺസ് ഒന്നും എന്താണ് എനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ബോഡി തന്നെ എന്റെ കൺട്രോളിൽ ഇല്ല. ഓക്കെ, ഇതാണ് പറയുന്നത്. എന്നിട്ട് എന്താണ് സക്കരിയ അലൈഹി സ്വലാം ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സയന്റിഫിക്കലി ഇറ്റ് വാസ് നെവർ പോസിബിൾ. സക്കരിയ അലൈഹി സ്വലാമിന് ഒരു കുട്ടിയാവാൻ ഇറ്റ് വാസ് എന്താണ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. അതൊരു വലിയൊരു മിറക്കിൾ ആയിരുന്നു. ഓക്കെ, 100 വയസ്സ് ഈ പറയുന്നത് തന്നെ കണ്ടില്ലേ, ഞാൻ അങ്ങ് വയസ്സായി അങ്ങ് എത്തിയിട്ടുണ്ട്. എന്നിട്ടും വാട്ട് ഈസ് ഹി സേയിങ്? വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ എന്നാണ് പറയുന്നത്. ഒരിക്കലും യാ റബ്ബേ, ഞാൻ ദുആ ചെയ്തതൊന്നും വെറുതെ ആയി പോയിട്ടില്ല. അത്രയ്ക്ക് എനിക്ക് വിശ്വാസമുണ്ട്. ഇതാണ് ശരിക്കും ഹുസ്നുൽ വൻബില്ല. ഓക്കെ, എന്നിട്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്? എന്താണ്? ഫസ്തജബ്നാ ലഹു.
എന്താണ് നമ്മൾ ഫുൾഫിൽ ചെയ്തു. വി റെസ്പോണ്ടഡ്, വി ഫുൾഫിൽ, കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് ആ ദുആ. വഹബ്നാ ലഹു യഹ്യ, എന്താണ് നമ്മൾ അവനിക്ക് ഗിഫ്റ്റ് കൊടുത്ത് യഹ്യയെ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്രയോ കാലം സക്കരിയ അലൈഹിസ്സലാം ആദ്യമായിട്ട് ദുആ ചെയ്തതൊന്നുമല്ല, എത്രയോ കാലങ്ങളായിട്ട് ദുആ ചെയ്യുന്നതാ. എന്നിട്ടും ഹി നെവർ ഗേവ് അപ്പ്, അല്ലെ? ബിക്കോസ് എന്താണ് പറയുന്നത്, ഒരിക്കലും എന്റെ ദുആ വെറുതെ ആയി പോകില്ല എന്ന് എനിക്കറിയാം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പം തന്നെ ഫസ്തജബ്ന, കണ്ടില്ലേ, ഹി റെസ്പോണ്ടഡ് ആൻഡ് ഫുൾഫിൽഡ് ഇറ്റ്. അതാണ് പറയുന്നത്. സയന്റിഫിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു തീയെ കൂളാക്കാൻ പറ്റുവാണെങ്കിൽ, ഓക്കെ, അള്ളാഹ് ക്യാൻ ഡു എനിത്തിങ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ദുആ ഒരിക്കലും, ദുആ ഇസ് നെവർ വേസ്റ്റഡ്. ഓക്കെ, ദുആ ഒരിക്കലും വേസ്റ്റ് ആവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പല രീതിയിലാണ് അതിന് ആൻസർ ചെയ്യാൻ. അത് നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ഇമീഡിയറ്റ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ്. നമ്മളിപ്പോ ഒരു ദുആ ചെയ്ത് അപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ കുബൂലാക്കി. ഇപ്പൊ നമ്മളിപ്പോ കണ്ടതുപോലെ, ഓക്കെ, സക്കരിയ അലൈഹി സ്വലാമിന്റെ ആ നിമിഷത്തെ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല കുബൂലാക്കി കൊടുത്തു, അല്ലെ? ഓക്കെ, അപ്പൊ എന്താണ്, ചില സമയത്ത് എന്താണ്, അപ്പം തന്നെ കിട്ടും. അള്ളാഹു വിൽ സർപ്രൈസ് യു. ആ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ കിട്ടും. ഓക്കെ, ചിലപ്പോ എന്താണ്, അതിന് നമ്മൾ ചോദിച്ചതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്, അല്ലെ? സുബ്ഹാനല്ലാഹ്, ഐ എം ഷുവർ എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? രണ്ടാമത്തെ റെസ്പോൺസ് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, അതായത് ഡിലേഡ് ബട്ട് ബെറ്റർ. ഓക്കെ, അതായത് ഒരു ഡിലേ ഉണ്ട്, ഒരു ഡിലേ ഉണ്ട്, പക്ഷെ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചോദിച്ച സംഗതി അപ്പം തന്നെ കിട്ടൂല. പക്ഷെ എന്താണ്, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയം അള്ളാഹ്ക്ക് അറിയാം. എപ്പോഴാണ് ഇവർക്ക് ഇത് കൊടുക്കേണ്ടത്, ആ സമയത്ത് കൊടുക്കും. അല്ലെങ്കിൽ ഹി വിൽ റിപ്ലേസ് ഇറ്റ് വിത്ത് സംതിങ് ബെറ്റർ. ഓക്കെ, ചില സമയത്ത് എന്താണ്, അത് ആഖിറം വരെ അത് ഡിലേ ആവും. അതായത് ചില ദുആ ഇവിടെ ചിലപ്പം അക്സെപ്റ്റൻസ്, അതായത് ഇവിടെ അത് ഫുൾഫിൽ ആയി വരൂല, പക്ഷെ ഇറ്റ് ഇസ് നെവർ വേസ്റ്റഡ്. അത് ആഖിറത്തിൽ അത് നമ്മളെ കാത്തു നിൽക്കും. ഓക്കെ, അത് ആഖിറത്തിൽ. അതുകൊണ്ട് നത്തിങ് ഇസ് വേസ്റ്റഡ്. ഈ ചെയ്യുന്നതൊന്നും നമ്മൾ ഒരിക്കലും അത് വിചാരിക്കരുത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്, ഡിലേ ഇസ് നോട്ട് റിജക്ഷൻ. ഓക്കെ, അതെന്താണ്, ഇറ്റ് ഇസ് എ പ്രിപ്പറേഷൻ ഫോർ സംതിങ് ഗ്രേറ്റർ. വലിയൊരു സംഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണത്. അതുകൊണ്ട് ഒരിക്കലും എന്താണ്, ഇവിടെ കിട്ടാണ്ടായി പോയതിനെ പറ്റിയിട്ട് നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. ഓക്കെ, മൂന്നാമത്തത് എന്താണ്, സോറി, രണ്ടാമത്തത്. ഓക്കെ, മൂന്നാമത്തത്, സോറി, ദുവന്റെ കാര്യമല്ലേ. ഓക്കെ, മൂന്നാമത്തെ എങ്ങനെയാണ്, അതായത് നമ്മൾ ആ ഒരു ദുവ കൊണ്ട് നമ്മൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. ഓക്കെ, ആ ഒരു ദുവ നമ്മൾ ചെയ്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ എന്തെങ്കിലും ഒരു ആപത്ത് നമ്മൾക്ക് വരാൻ പോയതായിരുന്നു, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അങ്ങ് നീക്കിക്കളയും. ഓക്കെ, സോ നമ്മളെ ദുവ, നമ്മൾ വിചാരിച്ച ദുവ ആയിരിക്കില്ല നമ്മൾക്ക് കിട്ടുന്നത്, പക്ഷേ ഇറ്റ് ഇസ് എ പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇറ്റ് ഇസ് എ പ്രൊട്ടക്ഷൻ. അപ്പൊ പ്രൊട്ടക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഗ്രാൻഡിങ്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആസ് ബിലീവേഴ്സ്, ഓക്കെ, അതായത് ഒരു ബിലീവർ, ഹുസ്നുൽ ദൻ ബില്ലാഹ് ഉള്ള ഒരു ബിലീവർ, അവർ കൈ ഉയർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് ചോദിക്കുമ്പം എന്താണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്, മൂന്ന് വിധത്തിലാണ്. ഐദർ നമ്മൾക്ക് പറഞ്ഞ സംഗതി തന്നെ കിട്ടും, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിൽ നമ്മൾക്ക് ബെറ്റർ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ അറിയാത്ത എന്തെങ്കിലും ഒരു കലാമിറ്റിയോ ഡിസാസ്റ്ററോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരും. അപ്പൊ കണ്ടില്ലേ, അപ്പം നത്തിങ് ഇസ് വേസ്റ്റ്, അല്ലെ? രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഹൗ ടു കൾട്ടിവേറ്റ് ഹുസ്ന ദൻ ബില്ലാഹ്. എന്താണ് രണ്ടാമത്തെ പോയിന്റ്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, നമ്മൾ നന്ദി കാട്ടൽ, അത് പ്രാക്ടീസ് ചെയ്യാൻ ഡെയിലി. ഓക്കെ, അതായത് നമ്മൾ എപ്പോഴും ആലോചിക്കാന് എന്തെല്ലാം ബ്ലെസ്സിങ്സിനാണ് നമ്മൾ ഇന്ന് അള്ളാന്റെ അടുത്ത് അൽഹംദുലില്ലാഹ് പറയേണ്ടത്, അല്ലെ? അറ്റ്ലീസ്റ്റ് ഒരു 3 ബ്ലെസ്സിങ്സ് നമ്മൾ ഓർത്തെടുക്കാം, നന്ദി കാട്ടാൻ വേണ്ടി. നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ ഉണ്ട് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, പക്ഷെ നമ്മൾ ആലോചിക്കുക, ഡെയിലി വി പ്രാക്ടീസ് ദിസ്. ഇത് പ്രാക്ടീസ് ചെയ്യണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് 3 ബ്ലെസ്സിങ്സ് നമ്മൾ ആലോചിക്കാൻ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾക്ക്, എന്താണ് അന്നേരം ആ പോസിറ്റിവിറ്റി തന്നെയാണ് നമ്മൾക്ക് വരാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞിട്ടുള്ളത്, വല ഇൻ ശകർതും ലഅസീദന്നകും. എന്താണ് വല ഇൻ ശകർതും ലഅസീദന്നകും, അതായത് തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ ഇതിന്റെ അറബിക്ക് നോക്ക്, തീർച്ചയായും നിങ്ങൾ ശുക്ർ കാട്ടിയാൽ. ഓക്കെ, ഇതൊരു കണ്ടീഷൻ ആണ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ശുക്ർ കാട്ടിയാൽ, ഓക്കെ,
ല അസീദന്നക്കും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരും. ഓക്കെ, ശരിക്ക് ഇതും എന്താണ്, നമ്മൾക്ക് കുറച്ച് ആ ലാംഗ്വേജിന്റെ ഇത് നോക്കാം. ഓക്കെ, ഷക്കർത്തും, ഇപ്പൊ ഇതില് ഗ്രാമർ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷക്കർത്തും എന്താണ്, ഫേൽ മാദിയാണോ മുദാരിയാണോ? എന്താണ് ഗ്രാമർ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യും. മാദിയാണോ മുദാരിയാണോ? കമോൺ സിസ്റ്റേഴ്സ്, ടൈപ്പ് ചെയ്യും. ഷക്കർത്തും മാദി. ഓക്കെ, ബറക്കല്ല, മാദി. ഓക്കെ, മാദി. ഇനി അസീദന്ന, അതെന്താണ്, മാദിയാണോ മുദാരിയാണോ? അസീദന്നക്കും അസീദ് മുദാരി. വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് എന്താണ്, വല ഇൻ ശകർതും. ഓക്കെ, അതായത് നിങ്ങൾ, ഓക്കെ, നിങ്ങൾ ശുക്ർ കാട്ടിയാൽ, നമ്മളോട് പറയുന്നത് ഇത് പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പാസ്റ്റ് ടെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേൽ മാദി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അള്ളാഹ് പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ, ഓക്കെ, ശുക്ർ കാട്ടിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സംഗതിക്ക് വെച്ചിട്ട് നിങ്ങൾ ശുക്ർ കാട്ടിയതാണെങ്കിൽ, അതാണ് പറയുന്നത്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ റഹ്മയാണിത്. വല ഇൻ ശകർതും, നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ശുക്ർ കാട്ടിയിട്ടുണ്ടെങ്കിൽ ല അസീദന്നകും, എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടില്ലേ, മുദാരിയാണ് പറയുന്നത്, അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ആണത്. മുദാരി വരുമ്പം അറബിക് ലാംഗ്വേജിൽ അത് കണ്ടിന്യൂസ് ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ, പിന്നെ നിങ്ങൾ ഇത് നോക്ക്, ഒരു ലാം നിങ്ങൾ അവിടെ കാണുന്നില്ലേ, ഒരു നൂനും കാണുന്നില്ലേ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ആയത്തിൽ അല്ലെ, ലാമും കാണുന്നുണ്ട്, നൂനും കാണുന്നുണ്ട്. ഓക്കെ, ലാമും നൂനും ഇതേപോലെ ഒരു വേർഡ് പാറ്റേൺ വന്നു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, അത് ആണയിട്ട് നമ്മളിപ്പോ മേശ കടിച്ച് പറയൂലേ, ഭയങ്കര ഫേം ആയിട്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തീർച്ചയായും തീർച്ചയായും തീർച്ചയായും, അബ്സല്യൂട്ട്ലി പോസിറ്റീവ്ലി, ഓക്കെ, ഞാൻ അത് കൂട്ടിത്തരും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിക്കുക, അള്ളാന്റെ റഹ്മ നോക്ക്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ശുക്ർ കാട്ടിയാൽ അള്ളാഹ് അത് കൂട്ടിയിട്ടേ തരൂ. ല അസീദന്നകും, അത് മാത്രമല്ല, ല അസീദന്നകും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് എന്താണ് നിങ്ങൾക്ക് കാണുന്നത്, ഇറ്റ് ഇസ് ഓപ്പൺ എൻഡഡ് അല്ലെ. അസീദന്നകും, ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരും ഇൽമിൽ, ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരും മറ്റേതിൽ, ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരും ഇങ്ങനെയില്, ഒന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ശുക്ർ കാട്ടുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അത് കൂട്ടിയേ തരൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത് തന്നെ പോരെ അല്ലേ, ഇത് തന്നെ പോരെ. എന്താണ് നമുക്ക് ഇനി വേണ്ടു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ ഒരു ചെറിയ സ്റ്റെപ്പാണ് മുന്നോട്ട് വെക്കേണ്ടത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, അള്ളാഹ് 10 സ്റ്റെപ്പ് ഇങ്ങോട്ടേക്ക് വെക്കും. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ചേഞ്ച് യുവർ വേർഡ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മളൊന്ന് മാറ്റിപ്പിടിക്കാം. ഓക്കെ, എങ്ങനെ, അതായത് നമ്മൾ ഇങ്ങനെ പറയാണ്ടിരിക്കാൻ, ഞാൻ എന്റെ ഒരു ഭാഗ്യം കെട്ടതാ, ഒരു സംഗതിയും എനിക്ക് നടക്കുന്നില്ലല്ലോ റബ്ബേ, അതിന് പകരം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തോ കാര്യമായ നല്ലൊരു സംഭവമാണ് നമ്മൾക്ക് എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ക്ഷമയോട് കൂടി നമുക്ക് നിൽക്കാം. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, കാരണം എനിക്കറിയില്ല, അള്ളാഹ്ക്കറിയാം എന്താണ് നല്ലത്. ഓക്കെ, പിന്നെ ഇൻസ്റ്റെഡ് ഓഫ് സേയിങ്, അതായത് എന്തിനാണ് അള്ളാഹ് ഇങ്ങനെ എന്നെ പണിഷ് ചെയ്യുന്നത്, അതിന് പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ടെസ്റ്റ് തന്നതെല്ലാം നമ്മളെ പ്യൂരിഫിക്കേഷൻ അല്ലേ, അതുകൊണ്ട് അൽഹംദുലില്ലാ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഒരിക്കലും എന്താണ് നെഗറ്റീവ് തോട്ട്സ്, അതാത് പറയുന്നത്, ഫോക്കസ് ഓൺ ദ പോസിറ്റീവ്, ഇത് നെഗറ്റീവ് തോട്ട്സ് വരാണ്ടിരിക്കാൻ നോക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്ന, നമ്മൾ സംസാരം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, യൂസ് വേർഡ്സ് ദാറ്റ് ആർ പോസിറ്റീവ്. ഓക്കെ, നാലാമത്തത് എന്താണ്, നമ്മുടെ പാസ്റ്റിനെ പറ്റി ചിന്തിക്കാൻ. എന്താണ് റിഫ്ലക്ട് ഓൺ യുവർ പാസ്റ്റ് എന്ന് പറയുമ്പോൾ, അതായത് ചില സംഗതികൾ നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ, ആ സമയത്ത് നടക്കാതെ പോയ ചില സംഗതി, നമ്മൾ ഇന്ന് ആ സംഗതിയെ പറ്റി നമ്മൾ എന്താ പറയാ, അൽഹംദുലില്ലാ അള്ളാഹ് കാത്ത്. എത്ര ആൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, അൽഹംദുലില്ലാ അള്ളാഹ് കാത്ത് അത് നടക്കാണ്ടായി പോയത്, അള്ളാന്റെ എത്ര ശുക്ർ പറഞ്ഞാലും പോരെ, നമ്മൾ എത്ര പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ആ സമയത്ത് നമ്മൾ വിചാരിച്ചു, എന്തിനാ അള്ളാഹ് ഇങ്ങനെ നമ്മളോട് ചെയ്തത്, എന്തിനാ അള്ളാഹ് ഇങ്ങനെ ചെയ്തത്, അള്ളാഹ് നമ്മളെ പണി ചെയ്തതാ, അള്ളാഹ് എന്തോ ആക്കി മറ്റേതാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പലതും പറയും. പക്ഷേ അല്ലേ, പക്ഷേ നമ്മള് ഫ്യൂച്ചറിൽ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാ അള്ളാഹ് കാത്തുനിന്ന്. അപ്പൊ അതാണ് റിഫ്ലക്ട് ഓൺ യുവർ പാസ്റ്റ്. ഓക്കെ, ആറാമത്തെ ലാസ്റ്റ് പോയിന്റ് എന്താണ്, നമ്മൾ മരണത്തെ പറ്റി നമ്മൾ പ്രതീക്ഷയോട് കൂടിയിട്ട് വേണം നമ്മൾ
മരണത്തെ റിമെമ്പർ ചെയ്യാം. അപ്പൊ എല്ലാവരും വിചാരിക്കും മരണത്തിന് എല്ലാവർക്കും പേടിയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അതായത് നിങ്ങൾ എല്ലാവരും മരിക്കുന്ന സമയത്ത് ഓൺലി തിങ്ക് ഗുഡ് ഓഫ് അല്ലാഹ്, ഹുസ്ന ദൻ ബില്ലാ കൊണ്ട് മാത്രമാണ് നിങ്ങൾ മരിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. എന്തുകൊണ്ടാണ് അന്നേരം നമ്മൾ വിചാരിക്കരുത് അള്ളാഹ് നമ്മളെ പണിഷ് ചെയ്യോ ഇതാക്കോ. അപ്പൊ അള്ളാഹ് വെരി മേഴ്സിഫുൾ ആണ്. ഈ പറഞ്ഞതുപോലെ എന്റെ ഇബാദി എങ്ങനെയാണ് എന്നെ പറ്റി ചിന്തിക്കുന്നത് അതേപോലെയാണ് ഞാനെന്ന്. ഓക്കെ, അപ്പൊ അതേപോലെ നല്ലത് മാത്രം എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആലയെ പറ്റിയിട്ട് ചിന്തിക്കാൻ. ഓക്കെ, അപ്പൊ ഈ 5 പോയിന്റ്സ്. ഇനി ഇതെല്ലാം ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഓക്കെ, എല്ലാ കാര്യങ്ങളും അത് നല്ല രീതിയിൽ ടൈഅപ്പ് അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ ചെയ്യുന്നുണ്ട് ഈ ആയത്തിലൂടെ. ഓക്കെ, എന്താണ് ഈ ആയത്ത്? സൂറ തലാഖിലെ ആയത്താണിത്. ഓക്കെ, എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. എന്താണ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് അള്ളാഹു സുബ്ഹാനഹു തആലയെ എന്താണ് തഖ്വ കാട്ടുന്നത്, അള്ളാഹ് വിൽ മേക്ക് എ വേ ഔട്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല ഏത് അടഞ്ഞ വാതിലുകളും അള്ളാഹു സുബ്ഹാനഹു തആല അതിന്റെ എക്സിറ്റ് കാണിച്ചു തരും. ഓക്കെ, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. എന്താണ് പിന്നെ? അതായത് കണക്കില്ലാത്ത റിസ്ക് ആണ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകാൻ പോകുന്നത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. എന്താണ് പറയുന്നത്? ആരാണ് അള്ളാഹു സുബ്ഹാനഹു തആലയിൽ എല്ലാ ഇതും ഏൽപ്പിക്കുന്നത്, അതായത് യു പുട്ട് യുവർ ഹോൾ ട്രസ്റ്റ് അപ്പോൺ അള്ളാഹ്, ഫഹുവ ഹസ്ബു, അത് മതി. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെ. ഇന്നല്ലാഹ ബാലിഗു അംരിഹി. എന്താണ് പറയുന്നത്? തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യും, അതെന്തായാലും നടത്തിയിരിക്കും. ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. എന്താണ് പറയുന്നത്? കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ഓൾറെഡി എല്ലാത്തിന്റെയും സംഗതികൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്ക് ഓക്കെ പോസ് ആൻഡ് തിങ്ക്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം എത്ര പ്രാവശ്യം നമ്മൾക്ക് ഒരു തോന്നിയിട്ടുണ്ടാവും വി ആർ ട്രാപ്ഡ് ഇൻ ദിസ് സിറ്റുവേഷൻ. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടുപോയല്ലോ റബ്ബേ. മേ ബി പ്രോബ്ലം ഇൻ ദ ഫാമിലി, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്. ഓക്കെ, നമ്മളെ മനസ്സിൽ ഇതിൽ നിന്ന് ഒരു വഴിയും ഇല്ലല്ലോ റബ്ബേ പുറത്ത് നിന്ന്. എത്ര പ്രാവശ്യം നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് വന്നിട്ടുണ്ടാവും. ഹൗ മെനി ടൈംസ് അല്ലേ? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്താണ്? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം ആരാണ് തഖ്വയോട് കൂടി എന്താണ് ജീവിക്കുന്നത്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു വഴി ഒരുക്കി കൊടുക്കും എന്നുള്ളത്. ഓക്കെ, പിന്നെ എത്ര പ്രാവശ്യം നമ്മളെ റിസ്കിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം എന്താണ് ഇപ്പൊ ഒരു ജോലി കിട്ടാനോ അല്ലെ, ഒരു ജോലി കാര്യങ്ങളോ എല്ലാം കൊണ്ട് കുറെ ആൾക്കാർ കഷ്ടം തന്നെയാണ് അല്ലെ. അതായത് ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ല. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ തന്നെ എത്ര പഠിച്ചിട്ടും അവർ വിചാരിക്കും എന്താ കാര്യം പഠിച്ചിട്ട് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ, ജോബ് ഇല്ല, ഇതില്ല. എവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാത്രം. ഇതെങ്ങനെ ജീവിച്ചു പോകും റബ്ബേ? ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല? എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടാവും? അന്നേരം നമ്മൾ ഓർക്കുക അല്ലാഹു സുബ്ഹാനഹു തആലയാണ് അർ-റാസിഖ്. അല്ലാഹ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. എന്താണ്? കണക്കില്ലാതെ എവിടുന്നും വേർ യു കാന്റ് ഈവൻ ഇമാജിൻ അല്ലാഹു സുബ്ഹാനഹു തആല റിസ്ക് നൽകും എന്നുള്ളത് അല്ലേ. അപ്പൊ അതായത് നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നമ്മളെ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു തആല. എത്ര പ്രാവശ്യം എത്ര ബേർഡൻസ് ക്യാരി ചെയ്തിട്ടുണ്ട് അല്ലെ. എല്ലാം വളരെ ഭയങ്കര ബേർഡൻ ആയിട്ട് തോന്നി എത്ര സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അതായത് നമ്മൾക്ക് ഒന്നും ശരിയാവുന്നില്ലല്ലോ, ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എല്ലാവരും ഭാരവും തൂക്കി നടക്കുന്നത് അല്ലെ. എത്ര ആൾക്കാർ എക്സോസ്റ്റഡ് ആണ്. അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ് പറയുന്നത്? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരാണ് അള്ളാഹു സുബ്ഹാനഹു തആലയിൽ ഭരമേൽപ്പിക്കുന്നത്, ദാറ്റ് ഈസ് ഇനഫ് അല്ലെ. അള്ളാഹ് ഈസ് ഇനഫ് ഫോർ ദം. എന്നിട്ട് എന്താണ് പറയുന്നത്? എന്നിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ശരിക്ക് ലാസ്റ്റ് എന്താണ് പറയുന്നത്? ഈ രണ്ട് ആയത്ത് ലാസ്റ്റ് ഹി സീൽസ് ദ ഡീൽ. എന്താണ് പറയുന്നത്? അതായത് അള്ളാഹു സുബ്ഹാനഹു തആല ഇന്നല്ലാഹ ബാലിഗു അംരിഹി, അള്ളാഹു വിൽ അക്കംപ്ലിഷ് ദാറ്റ് പർപ്പസ്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല അതെല്ലാം ശരിയാക്കി തരും. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. കാരണം എല്ലാം അള്ളാഹു ഹാസ് സെറ്റ്. അതായത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ട് ആ ഹാർഡ്ഷിപ്പ്, എന്ത് ഡിഫിക്കൽട്ടി ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ, അത് എന്നേക്കുമല്ല, അതിനെല്ലാം ഒരു ടൈം ലിമിറ്റ് ഉണ്ട് അല്ലെ. അത് എപ്പോഴും ഹാർഡ്ഷിപ്പിലും എപ്പോഴും കെലാമിറ്റിയിലും എപ്പോഴും പ്രശ്നങ്ങളിലും അല്ല.
അതിനെല്ലാം എന്താണ് ആ ഒരു ദുഃഖത്തിനും ആ ഒരു വേദനക്കെല്ലാം അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇതെല്ലാം ഓൾറെഡി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പം കൊടുക്കണം, എപ്പം അതെടുത്ത് മാറ്റണം, എങ്ങനെ അത് ശരിയാക്കി കൊടുക്കണം. ഓക്കെ, അതായത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത് എന്താണ് മൈ ഡിയർ സിസ്റ്റേഴ്സ്, അതായത് ഒരു ഹാർഡ്ഷിപ്പ് നത്തിങ് ഇസ് ഫോർ എവർ, അല്ലെ? നത്തിങ് ഇസ് ഫോർ എവർ. നമ്മളെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ആരും കാണുന്നില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്, അല്ലെ? എല്ലാം കാണുന്നുണ്ട്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ബിക്കോസ് അല്ലാഹ് ഈസ് അലൗവിങ് ഇറ്റ് ടു ഹാപ്പൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളെ അതായത് ഇത് ഇങ്ങനെ നടക്കണം. ഹി ഈസ് ദ വൺ ഹു ഈസ് ഡിസൈഡിങ് ഇറ്റ്. ഓക്കെ, അത് അള്ളാന്റെ ഹിക്മ പ്രകാരമാണ്. അത് വി ട്രസ്റ്റ് ഇറ്റ്. അപ്പൊ നമുക്ക് ഒരു പ്രശ്നവും വരൂല. അതുകൊണ്ട് വെൻ യു എക്സ്പെക്ട് ഗുഡ് ഫ്രം അല്ലാഹ് ഹുസ്ന ബില്ലാഹ്, നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് എന്താണ് പോസിറ്റിവിറ്റി എടുക്കുന്നതോ നമ്മളെ വ്യാമോഹങ്ങളോ ഒന്നുമല്ല. ഓക്കെ, കാരണം നമ്മളെ ഹൃദയം നമ്മൾ അള്ളാന്റെ ആ പ്രോമിസ് ആയിട്ട് നമ്മൾ എന്താണ് മുറുകെ പിടിക്കുന്നതാണ്. ബിക്കോസ് അള്ളാഹ് വിൽ മേക്ക് എ വേ ഔട്ട് ഫോർ us, അല്ലെ? നമ്മൾ എന്താണ് പറയേണ്ടത്? നമുക്ക് സംശയങ്ങളും പ്രശ്നങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാൽ അള്ളാഹ് എനിക്കറിയാം അള്ളാഹ് ഒരിക്കലും എന്നെ കൈവിടൂല എന്ന്. ഐ ട്രസ്റ്റ് യു യാ അള്ളാഹ്. എന്തും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അള്ളാഹ് തന്നെ അത് എഴുതി വെച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഐ അക്സെപ്റ്റ് ഇറ്റ്. അള്ളാഹ് വിൽ ഡു ഓൺലി ഗുഡ് ഫോർ മീ. ഇത് മാത്രം ആലോചിച്ചാൽ മതി. ഇതാണ് ഹുസ്ന ബില്ലാഹ്. ഓക്കെ, അതുകൊണ്ട് ഓൾവേസ് റിമെമ്പർ, നിങ്ങൾ അള്ളയിൽ നിന്ന് നല്ലത് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സീ ഗുഡ്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷ നിങ്ങളത് എന്താണ് നേരെ മറിച്ചാണെങ്കിൽ എന്താണ് യു വിൽ ഡ്രൗൺ ഇൻ ഡിസ്പെയർ. അതാണ്. അതുകൊണ്ട് എന്താണ് ഇന്നത്തെ ഒരു ചെറിയൊരു റിമൈൻഡർ ആണിത്. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യം കൂടിയാണ്, അല്ലെ? പലതും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എല്ലാവരും നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? നമ്മളെ റബ്ബ് ആരാണ്? അല്ലാഹ് സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല. ഓക്കെ, അൽഹംദുലില്ലാഹ് മൈ ഡിയർ സിസ്റ്റേഴ്സ്, ഇതായിരുന്നു ഇതിൽ നിന്ന് വന്ന എല്ലാ ഹൈറും അള്ളയിൽ നിന്ന് മാത്രമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും റിഫ്ലക്ഷനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹാൻഡ് റൈസ് ചെയ്തോ, എന്നാ പിന്നെ നമുക്ക് അൺമ്യൂട്ട് ആക്കി തരാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പും ചെയ്യാൻ നോ പ്രോബ്ലം. പക്ഷെ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ അൺമ്യൂട്ട് ആക്കി തരാം. ഓക്കെ, എല്ലാവരും ഓടിപ്പോവാനും നിൽക്കണ്ട. പല പല റിഫ്ലക്ഷൻസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് നമ്മൾക്കും കുറെ പഠിക്കാനുണ്ട്. ഓടിപ്പോവല്ല, നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം നിങ്ങളൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നമ്മൾ അൺമ്യൂട്ട് ആക്കി തരാം. ഓക്കെ, എനിവൺ? ആർക്കൊന്നും പറയാനില്ലേ? നിങ്ങളെ റിഫ്ലക്ഷൻസ് ഉണ്ടല്ലോ മറ്റുള്ളവർക്കും എന്താണ് അത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ്. നിങ്ങൾക്കറിയില്ല നിങ്ങൾ പറയുന്നത് ഏത് വാക്കാണ് അവരെ മനസ്സിൽ തട്ടാൻ. അതുകൊണ്ട് മടി വേണ്ട, നിങ്ങൾ പറഞ്ഞോളൂ. ലേൽത്ത, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാൽ നിങ്ങൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും ഇതില്. ആ, ഷെമി സാലി ഒന്ന് അൺമ്യൂട്ട് ആക്കൂ. ഷെമി സാലിന. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ക്ലാസ്സുകളിൽ ഞാൻ ഇത് കേൾക്കുമ്പോ ഈ ഖുറാനിൽ പറഞ്ഞ അള്ളാഹ് നമ്മുടെ ഒപ്പമുണ്ട്, അള്ളാഹ് എനിക്ക് വഴി കാണിച്ചു തരും, ഇങ്ങനെയൊക്കെ പണ്ടൊക്കെ കേൾക്കുമ്പോ നമ്മൾ സ്റ്റോറിയിൽ കേൾക്കണ മാതിരിയാ തോന്നിയിരുന്നത്. പിന്നെ അന്നൊക്കെ ഞാൻ വിചാരിക്കും അതാ നബിമാരല്ലേ, പ്രോഫറ്റ്സ് ആണ് എന്തായാലും, അപ്പൊ അവർക്ക് അള്ളാഹു എന്തായാലും അങ്ങനെയുള്ള മറുപടി തന്നെ ആവും അവരിൽ നിന്ന് വരുള്ളൂ. അവർക്ക് അത്രയും തക്കുവ ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ നമുക്കൊന്നും അങ്ങനെ ഒക്കെ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കലുണ്ട് കുറെ മുമ്പൊക്കെ ക്ലാസ്സുകളിൽ ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ. പക്ഷെ ഇപ്പൊ നമ്മൾ ലൈഫിൽ ഓരോന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോ നമുക്ക് ആ തവക്കൽ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ കുറെ കാര്യങ്ങൾ രക്ഷപ്പെടുന്നതും നമുക്ക് കോൺഫിഡൻസും നമ്മൾ ടെൻഷൻ ഫ്രീ ആവുന്നത് ഇപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ പലരും ചോദിക്കലുണ്ട് എങ്ങനെ അതൊക്കെ തരണം ചെയ്ത്. പക്ഷെ ഒറ്റ മറുപടി ഉള്ളൂ, തവക്കൽ. ഒരുപാട് സിറ്റുവേഷൻസ് അങ്ങനെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നും അതിനുള്ള ഒരു മറുപടി ആയിരിക്കും അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചതിന്റെ ഒരു മറുപടി അല്ല എനിക്ക് തന്നതായിരിക്കും എന്നും വിചാരിക്കരുത്.
ബാറക്കല്ലാഹു അപ്പൊ ഫീക്. അത് നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമ്മൾ അതിന്റെ ആ ഒരു മാധുര്യം പോലും നമ്മൾ അനുഭവിക്കുള്ളൂ ശരിക്കും. അതെ. ത്രൂ എക്സ്പീരിയൻസ് തന്നെ അത് വരുള്ളൂ. മറ്റത് നമ്മൾ കേട്ട് പോവും, അത് ഉം. സ്റ്റോറിയാണ്, അത് പെർഫെക്റ്റ് ആണെന്നൊക്കെ നമ്മുടെ മനസ്സിൽ വരും. അതെ. ബട്ട് നമ്മൾ ആ ഒരു ഇത് കടന്നു പോകുമ്പോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിലയ്ക്കായിരിക്കും അള്ളാഹു തരുണ്ടാവുക ഉം. അതിനുള്ള റിപ്ലൈ ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഷെയർ ചെയ്തെന്ന് മാത്രം. ജസാക്കല്ലാഹു ഖൈർ, ബാറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേറെ ആർക്കും ഉണ്ടോ എന്തെങ്കിലും പറയാൻ? നസീം, ഒന്ന് ഹാൻഡ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാണും, അപ്പൊ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഹാൻഡ് റേസ് ഇതാക്കുവോ? അന്നേരം അവരെ അൺമ്യൂട്ട് ആക്കി തരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹാൻഡ് റേസ് ചെയ്യാൻ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ നമ്മളിപ്പം കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്ത്, പക്ഷെ എന്നാലും നമുക്ക് ചില സമയം സംതിങ് ബാഡ് വിൽ ഹാപ്പൻ. അപ്പോഴും നമ്മൾ അത് ദാറ്റ് ഇസ് ഫോർ അവർ ഗുഡ് എന്നുള്ള ചിന്ത വരുമ്പം നമുക്ക്, ബിക്കോസ് മേ ബി ഇറ്റ് ഇസ് ബിക്കോസ് നമ്മളെ ഒന്നും കൂടെ റിഫൈൻഡ് ആക്കാനാണ്. അപ്പൊ നമ്മൾ അതിലും എന്തെങ്കിലും നന്മ ഉണ്ടാവും, അങ്ങനെയുള്ള ചിന്ത വരുമ്പോഴാണ് നമുക്ക് ശരിക്ക് പിന്നെ എന്താ പറയാ ഒന്നും കൂടെ സ്ട്രോങ് ആവണത് അല്ലേ? അതെ അതെ അങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും. അതെ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, അജീബാണ് ഒരു മുഅ്മിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാലും അൽഹംദുലില്ലാഹ്, മോശമായ പ്രശ്നങ്ങളായ കാര്യങ്ങളാണെങ്കിലും അൽഹംദുലില്ലാഹ്. കാരണം എല്ലാത്തിനും ഒരു സിൽവർ ലൈനിങ് ഉണ്ട് നമ്മളെ ദീനിൽ അല്ലെ? നമ്മൾ അനുഭവിക്കുന്നതിനനുസരിച്ചിട്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഒരു പ്രതിഫലം നമ്മൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അതാണ്. അപ്പൊ പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രോബ്ലംസ് ആയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ആ പ്രോബ്ലം വരുന്ന സമയത്തുള്ള നമ്മളെ ദുആ, നമ്മൾ അള്ളയായിട്ട് അടുക്കുന്നത് വേറെ ഒരു സമയത്തും അത് കിട്ടൂല അല്ലെ? അത് ഭയങ്കരം തന്നെ. ഓക്കെ, നൗഷീൻ ഒന്ന് അൺമ്യൂട്ട് ആക്കണേ. നൗഷീൻ, സിസ്റ്റർ നൗഷീൻ. Yeah, Assalamu alaikum wa rahmatullahi wa barakatuh. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Yeah, can I say it in English? Is that okay? Yes, of course. Yeah, actually, when you have the problems, it is that time when you grow more closer to Allah. So maybe Allah wants you to be close to Him. That's why sometimes He gives you small problems, so that you'll go more in sujood. You'll remember Him more, and then He gives you the sweetness also of being close to Him. Alhamdulillah. So Alhamdulillah. maybe He wants to hear your voice, He wants to hear you crying in the middle of the night. So, like when you compare the times when you were in good times and bad times, you will find that when you were in trouble, you were more close. You had that special connection with Allah. അതെ. Alhamdulillah. Yeah, that's all. ബാറക്കല്ലാഹു ഫീക്. യെസ്, അതാ ഞാൻ പറഞ്ഞത്. അതായത് നമ്മളെ പ്രശ്നത്തിന്റെ സമയത്ത് നമ്മൾ ദുആ ചെയ്യുന്നത് പോലെ അത്രയും എന്താണ് ഇതായിട്ടാണ് നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നത്. അത് ഒരിക്കലും മറ്റുള്ള സമയത്ത് അത്രയും എത്തൂല അത്. അപ്പൊ പ്രശ്നം വന്നാൽ നമ്മൾ അൽഹംദുലില്ലാഹ് തന്നെ പറയണം, ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ക്ലോസർ ടു അവർ റബ്ബ്. ഓക്കേ നസ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇപ്പൊ ഇവര് പറഞ്ഞില്ലേ, ലൈക്ക് അള്ള നമ്മളെ ക്ലോസർ ആക്കാൻ വേണ്ടിട്ട് കുറെ റഹ്മ തരും. അപ്പൊ എന്റെ ചെറുപ്പത്തിലെല്ലാം ഞാൻ കേട്ട റഹ്മാന്റെ കോൺസെപ്റ്റ് ഭയങ്കര റോങ് ആയിരുന്നു. ലൈക്ക് നമുക്ക് കുറെ പൈസ ഉണ്ടായ അത് റഹ്മയാന്ന്, നമുക്ക് കുറെ ഭയങ്കര വലിയ വീടുണ്ടായ അത് റഹ്മയാന്ന് എന്നുള്ള കോൺസെപ്റ്റിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പൊ പിന്നെ വലുതായപ്പോ മനസ്സിലായി, റഹ്മാൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ തരും, ലൈക്ക് ഒരു വലിയ മാസ് പ്രോബ്ലം തരും ടു ഗെറ്റ് ക്ലോസർ. അള്ളായിട്ട് ഭയങ്കര ക്ലോസ് ആവാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ആ സിറ്റുവേഷൻ. അതാ ശരിക്കുള്ള റഹ്മാന്ന് ലൈക്ക് വലുതായപ്പോ അത് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇപ്പൊ എന്റെ ഉപ്പാന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ മൂപ്പര് അങ്ങനെ നിസ്കരിക്കാത്ത ഒരു ടൈപ്പ് ആളാ. ജുമാക്ക് മാത്രം പള്ളിയിൽ പോവാ. പക്ഷെ മൂപ്പർക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മൂപ്പർ ഫുൾ ഡൗൺ ആയി. ആ സമയത്ത് ആ ടൈം മുതൽ ഇപ്പം വരെ മൂപ്പര് എല്ലാ വക്തിനും പള്ളിയിൽ പോയി നിസ്കരിക്കാൻ തുടങ്ങി.
അപ്പൊ അള്ളാഹ്ക്ക് മൂപ്പര വേണമെന്നുള്ളതുകൊണ്ട് അള്ളാഹ് ആ ഒരു ഡിഫിക്കൽട്ടി ആ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു അള്ളാഹ്. നമ്മൾ അള്ളാഹിലേക്ക് ക്ലോസർ ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഓരോ പ്രോബ്ലംസ്. അതാ റഹ്മ ആൻഡ് ബർക്കത്തിന് ഉള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പൊ ഇങ്ങനെ ഓരോ ക്ലാസ്സുകളിലൂടെയാണ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അല്ലാണ്ട് റിസ്ക്കും ഈ റഹ്മയും രണ്ടും കൂടി കൊളാപ്സ് ആയിട്ടുള്ള ഒരു വിഷനേനു എനിക്ക്. റിസ്ക് എന്ന് പറയുന്നത് വെറും പൈസ മാത്രമല്ല, ആ ഫീലിങ്സും എന്താണ്, നല്ല ഫാമിലി, നല്ല ഇത് എല്ലാം, കണ്ടന്റ്മെന്റ്, അതൊരു റിസ്ക് ആണ്. അപ്പൊ എത്ര ഉണ്ട് എന്നല്ല, ഹൗ വി ആർ കണ്ടന്റ് വിത്ത് വാട്ട് വി ഹാവ്, അതാണ് റിസ്ക്. അതെ, ബറക്കല്ലാഹു ഫീക്, ജസാക്കല്ലാഹു ഖൈർ. ഓക്കെ, സാജിദ, സിസ്റ്റർ സാജിദ പറഞ്ഞോളൂ. സിസ്റ്റർ സാജിദനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സാജിദ. ഞാൻ എൻ്റെ പ്രൊഫഷണലോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഞാനൊരു കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ആദ്യം സൈക്കോളജിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യം എല്ലാവരും പറയുന്നത്, എന്തെങ്കിലും ഒരു പല പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ, അതായത് പല ഇതിലും സക്സസ് ഉണ്ടാവില്ല, പല കുട്ടികൾ തന്നെ എക്സാമിന്റെ സമയത്തൊക്കെ ഭയങ്കര ടെൻഷനായിട്ട് വരും, അതുപോലെ തന്നെ ഒരു ജോലിക്ക് കിട്ടാത്ത, ജോലി ചെയ്ത് ഇന്റർവ്യൂവിന് ഫെയിലായിട്ട് വരുന്നവർ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആക്ച്വൽ സൈക്കോളജിയിൽ പറയുന്ന സമയത്ത് നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം, നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഉണ്ടാവണം, ആ ഒരു രീതിയിലാണ് പഠിച്ച സമയത്തൊക്കെ ഞാൻ പഠിച്ചത്. പക്ഷെ ഞാൻ അതിനുശേഷം അൽഹംദുലില്ലാഹ് ഒരു ഇസ്ലാമിക് സൈക്കോളജിയുടെ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് പഠിച്ചപ്പോൾ ഞാനിപ്പം എൻ്റെ അടുത്ത് വരുന്നവരടുത്തൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെൽഫ് കോൺഫിഡൻസോ അല്ലെങ്കിൽ നമ്മൾ തല ഉയർത്തി നിൽക്കുക എന്നുള്ളതല്ല, അത് അവിടെ മാറ്റിവെക്കണം. നമുക്ക് ഉണ്ടാവേണ്ടത് കോൺഫിഡൻസ് ഇൻ അള്ളാഹ് ആണ്. നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് അള്ളാഹിനോട് പറഞ്ഞു കഴിയുമ്പോൾ ആ സെൽഫ് കോൺഫിഡൻസിനെ മാറ്റിയിട്ട് ആ കോൺഫിഡൻസ് ഇൻ അള്ളാഹ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 100% അത് അവിടെ കിട്ടും എന്നുള്ളതിന് ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ പോയിട്ട് അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് അത് ശരിയാണ് എന്നുള്ളത് ഇത് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഭയങ്കര ഒരു ഫാക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളൊരു ഇത് വെറുതെയാണ് നമ്മള് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് ഇതാക്കുന്നത്. ആ കോൺഫിഡൻസ് അള്ളാഹ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമയത്തും ആ പരാജയം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതെ, അതെ, ആ ഒരു ഫേം ആയിട്ടുള്ള വിശ്വാസം മനസ്സിൽ വേണം. അതെ, അതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം, ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ടെന്നുള്ള സെൽഫ് കോൺഫിഡൻസ് അല്ല വേണ്ടത്, അതിനുശേഷം സിൻസിയർ ആയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് ഉള്ള കോൺഫിഡൻസിന് അള്ളാഹാണ് നമുക്ക് വേണ്ടത്. ഒരു എക്സാമിന് പോകുമ്പോഴായിക്കോട്ടെ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ കുടുങ്ങി പോയിട്ട് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴായിക്കോട്ടെ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ എഫേർട്ടും നമ്മൾ എടുക്കണം, അല്ലാതെ വെറുതെ ഇരുന്നിട്ട് നമ്മൾ ചെയ്യാന്നല്ല. അതിനുശേഷം ദുആ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണം. എന്നിട്ട് വരേണ്ടത് ആ കോൺഫിഡൻസിന് അള്ളാഹാണ്. ആ സെൽഫ് കോൺഫിഡൻസിനെ അള്ളാഹാക്കി മാറ്റി കഴിയുമ്പോൾ വരുന്ന റിസൾട്ട് ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഇറ്റ്സ് അമേസിങ്. അതെ, അതെ, അതിന് ആ സ്വീറ്റ്നെസ് നമ്മൾ അറിയും അന്നേരം. അതെ, 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 അതാണ് എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നിയത്. ജസാക്കല്ലാഹു ഖൈർ, ബറക്കല്ലാഹു ഫീക്. ഓക്കെ, ചാറ്റിൽ ആരോ ഹാൻഡ് റേസ് ചെയ്തിരുന്നു, എന്നിട്ട് ഞാൻ സിസ്റ്റർ നിഷനെ വിളിക്കാം. ഓക്കെ, ലൈല ഊദിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്കൊരു അള്ളാഹിന്റെ റഹ്മനെ പറ്റി തന്നെയാണ് പറയാൻ ഉള്ളത്. അപ്പൊ നമ്മള് ഒന്നായിട്ട് ഓസ്ട്രേലിയയിലൊക്കെ പോകാൻ വിചാരിച്ചായിരുന്നു. ഓക്കെ, അപ്പം എല്ലാവർക്കും വിസ കിട്ടി. ഒരു പ്രാവശ്യം നോക്കിയിട്ട്, രണ്ടാമത്തെ പ്രാവശ്യം ഒക്കെ നോക്കിയിട്ട് കിട്ടി. ഒരു മോനിക്കും ഫാമിലിക്കും കിട്ടിയില്ല. ഭയങ്കര വിഷമായിരുന്നു. അവർക്ക് മാത്രം 2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ എന്തെങ്കിലും അവിടെ ഹയർ ഉണ്ടാവും, അല്ലാതെ ഇപ്പൊ അള്ളാഹു അത് നമുക്ക് തരാണ്ടിരിക്കൂലല്ലോ. നമുക്കറിയാത്തത് എന്തെങ്കിലും അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ഒരു 3-4 ദിവസം മുമ്പ് അവന് ഭയങ്കര, ആ വിസ കിട്ടാത്ത കുട്ടിക്ക് ഭയങ്കര ഊരവേദന വന്ന് ബെഡ് റെസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന്റെ അത് അവിടെ എന്താ പറയാ, റഹ്മാണ് അല്ലേ. അത് കിട്ടിക്കണമെങ്കിൽ നമുക്ക് അതിനേക്കാൾ സങ്കടമായിരുന്നു, നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇതായിരുന്നു.
അള്ളാന്റെ ഒരു അള്ളാന്റെ പ്ലാന്. പ്ലാൻ. അപ്പൊ നമുക്കറിയാത്ത പ്ലാനാണ് അല്ലെ അള്ളാഹുവിന് ഉള്ളത്. അതന്നെ, നമുക്കൊന്നും അറിയില്ല, അള്ളാഹ്ക്ക് എല്ലാം അറിയാം. അത് നമ്മളൊന്ന് ഇന്റേണലൈസ് ചെയ്താൽ മതി ശരിക്കും. അതന്നെ. അപ്പൊ അപ്പൊ എല്ലാ തവക്കൽത്തു അലല്ല അല്ലെ, അള്ളാഹ്ക്ക് ഇട്ട് കൊടുക്കുക എന്ത് സംഗതി. അപ്പൊ അത് ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക്. അപ്പൊ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ. ജസാക്കല്ലാഹ് ഖൈർ, ബറകല്ലാഹു ഫീക്. സിസ്റ്റർ റംഷീനയും ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. അപ്പം റംഷീനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. അസ്സലാമലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ആക്കിയിരുന്നു പിന്നെ കമന്റ്. കാരണം സെയിം തന്നെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് കുഴപ്പമൊന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പോ ടെൻഷൻ ഫ്രീ ലൈഫാണ് ഇപ്പൊ ഉള്ളത് പറയാന്ന് വെച്ചാൽ. കാരണം പണ്ടെല്ലാം നമ്മൾ എന്തെങ്കിലുമല്ലോ ഉണ്ടെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവും ഉള്ളിന്റെ ഉള്ളില്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല. എന്തായിക്കഴിഞ്ഞാലും തവക്കൽത്തു അലല്ലാഹ്. എന്തായാലും പിന്നെ നമുക്കത് ഹൈറല്ലെങ്കിൽ നമുക്കത് വേറെ രീതിയിൽ നല്ല രീതിയിൽ വരുമായിരിക്കും എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോ ആ ഒരു അതാവുമ്പോഴത്തേക്കിന് നമ്മളെ പകുതി ലൈഫ് സ്മൂത്ത് ആയി അല്ലാതെ ഇതുകൊണ്ടേ. അതിപ്പോ നമ്മള് ടെൻഷൻ ഇല്ലെങ്കിൽ തന്നെ പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ മാത്രല്ല കേട്ടാ, എന്റെ ഹസ്ബൻഡും എല്ലാം തന്നെ നമ്മളിങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ എന്തെങ്കിലും ഞാൻ പണ്ടെല്ലാം പറയുമ്പോ ഒരു ഇതുണ്ടാവും. ഇപ്പോ അങ്ങനെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു ഇത് വരുന്നപ്പോഴത്തേക്ക് നമ്മളെ ഫാമിലി മൊത്തം അങ്ങനത്തെ രീതിയിലായി. പോട്ടെ സാരമില്ല, അത് പിന്നെ വേറെ രീതിയിൽ. പക്ഷെ നമ്മളെ ലൈഫിൽ തന്നെ കുറേ അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒന്നെന്ന് അങ്ങനെ പറയാനില്ല, പല കാര്യങ്ങളും നമ്മള് മതി കല്ലി വല്ലി എന്ന് പറയൂല നമ്മള്, അതുപോലെ പോട്ടെ ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ വേറെ സമയത്ത് ഉണ്ടാവും എന്നുള്ളത്. അൽഹംദുലില്ലാ. അങ്ങനെ ഒരു പിന്നെ ഒരു ഇതുവരെ നമുക്ക് ആ ചിന്ത നമ്മളെ മനസ്സിൽ വരണം എന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. വലിയ കാര്യം തന്നെയാണ് അത്. എല്ലാവർക്കും അത് കിട്ടൂല, അൽഹംദുലില്ലാ. ഇല്ല. അതന്നെ. നമ്മളിപ്പോ എന്ത് പ്രശ്നത്തിലൂടെ ആയാലും നമ്മളിപ്പോ കുറെ കുൽമാലാക്കിയിട്ട് ആ പ്രശ്നം തീരാനൊന്നും പോകുന്നില്ലല്ലോ. അതാ ആലോചിക്കേണ്ടത്. അത് അതിന്റെ സമയത്ത് അതന്നെ കത് ജാലല്ലാഹു. അതാ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിക്കുന്ന സമയത്ത് അത് തീരും. അപ്പൊ എന്താണ്, നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ്. ബാറക്കല്ലാഹു ഫീക്. ജസാക്കല്ലാഹു ഖൈർ. സിസ്റ്റർ നിഷ പറഞ്ഞോളൂ. അസ്സലാമലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിത് ആദ്യമായിട്ടാണ്, എനിക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ക്ലാസ് കയറാൻ പറ്റിയത്. അതെനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ പഠിച്ചോണ്ട് ബർക്കത്ത് തന്നെ ഉണ്ടായിരിക്കണം. അത് എനിക്ക് ചെറുപ്പത്തിൽ കുറച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആസ് യു ഗ്രൂ, അതായത് കുറച്ചും കൂടി മെച്ചുറായി, ലൈഫായി, ഫാമിലിയായി, കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഫൈൻ, ഇത് ഇങ്ങനെയാണ്, അതിന്റെ ഒരു വേറെ വശം പടച്ചോൻ കണ്ടിട്ടുണ്ട്, പടച്ചോന്റെ റഹ്മത്താണ് എന്ത് കാര്യത്തിലും. അതായത് സ്വത്ത് തന്നാലും തന്നില്ലെങ്കിലും എല്ലാം പടച്ചോന്റെ, ഒരു അസുഖം തന്നാലും തന്നില്ലെങ്കിലും അതിന്റെ ബാക്കിൽ ഒരു ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കുറേയും കൂടി ആയിക്കഴിഞ്ഞു. പിന്നെ കുറച്ചുകൂടി നല്ല പറയാൻ ഇതുപോലെ ഈമാനുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിൽ കൂടിയും നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ശരി തന്നെയാണ്. എല്ലാം നമുക്ക് ചിലപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് അപ്പൊ തന്നെ കിട്ടൂല, ചിലപ്പോൾ കിട്ടേയില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യം കുറച്ചു ദിവസം മുമ്പ് ഞാൻ വായിച്ചോളൂ, ഈ ദുആകളൊക്കെ അവിടെ ആക്സെപ്റ്റഡ് ആണ്. പക്ഷെ അത് നമുക്ക് ചിലപ്പോൾ ഇപ്പോഴായി കിട്ടൂല. നമ്മളവിടെ മരിച്ച് ഇതൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴായിരിക്കും അതിന്റെ ഇതെല്ലാം കിട്ടാന്നുള്ളത്. ഇപ്പൊ ഞാൻ കുറച്ചു ദിവസം മുമ്പ് അപ്പൊ ആ സെയിം തന്നെയാണ് മാമും പറഞ്ഞത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഈ ക്ലാസ്സിൽ നിന്ന് വളരെ ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ഷെ വേറൊരു കാര്യം പറയാനെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൺവേ ചെയ്യുമ്പോൾ അവർക്ക് അതൊരു കൺവിക്ഷൻ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാ. അവരുടെ ലൈഫ് ഹാർഡ്ഷിപ്സ് തന്നെയാണെന്ന് പറഞ്ഞു. വേറൊന്നുമില്ല, അത് ദുആ തന്നെ നമ്മൾ ചെയ്യുക. അവർക്ക് അത് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ പറ്റണേ. പിന്നെ നമ്മൾ മക്കളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഒന്ന് നോട്ടീസ് ചെയ്ത്, നമ്മൾ വെറുതെ സംസാരിക്കുമ്പം അത് ഒന്നും തലയ്ക്ക് നേരെ മറിച്ച് നമ്മളൊരു ദുആ ചെയ്ത് നമ്മൾ ശരിക്കും അള്ളാന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ അവരോട് സംസാരിച്ച് നോക്ക്, എന്തായാലും അവരെ തലയിൽ കയറും. കുറച്ചാണെങ്കിൽ കുറച്ച്. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ദുആ തന്നെ, വേറൊന്നുമില്ല. നമ്മളും ഇതേപോലെ തന്നെ ആയിരുന്നല്ലോ, നമുക്കും ഇപ്പോഴല്ലേ മനസ്സിലാൻ തുടങ്ങിയത്. അതുപോലെ ഓക്കെ.
സിസ്റ്റർ സുവൈന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാല് പിന്നെ എല്ലാ പ്രോബ്ലംസും അള്ളാഹു താല നമ്മളെ അള്ളാഹിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. എൻ്റെ ജീവിതത്തിലും കുറെ പ്രോബ്ലംസ് ഉണ്ടായിന് ഇപ്പൊ അടുത്ത്. ആ സമയത്ത് പിന്നെ അള്ളാഹ് നമ്മള് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിയും അള്ളാഹുവിനെ നമ്മൾ തവക്കുലാക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നവരെ നമുക്ക് ആ പ്രോബ്ലംസിനൊരു സൊല്യൂഷൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഫസ്റ്റ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആക്കി തരും. അപ്പോ നമ്മൾ ഖുറാനിലേക്ക് അടുക്കാനും നല്ല കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത് അള്ളാഹിന്റെ ഒരു റഹ്മത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് തരുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അൽഹംദുലില്ലാഹ്. ആ സമയത്താണ് എനിക്ക് ഈ ആയത്ത് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ആയത്ത് എനിക്ക് ആ സമയത്ത് കേൾക്കാനിടയായി. അപ്പോ എനിക്ക് ഭയങ്കര റിലീഫ് ആയിരുന്നു ആ ഒരു ആയത്ത്. എന്നിട്ട് ഞാൻ ആ സൂറ കംപ്ലീറ്റ് അൽഹംദുലില്ലാഹ് പഠിച്ചെടുത്ത്. അൽഹംദുലില്ലാഹ് 3 ജുസ് ഞാൻ പഠിച്ചെടുത്തു. അൽഹംദുലില്ലാഹ്. സൂറ ബഖറ പഠിക്കുന്നു. അത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഇത് വിഷമം വരുന്നു. അൽഹംദുലില്ലാഹ്. ഈ ആയത്ത് ഭയങ്കര ഒരു റിലീഫാണ്. അതെ, അത് കണ്ടപ്പോ എനിക്ക് പറയണം എന്ന് തന്നെ തോന്നി. കാരണം ഈ ആയത്ത് എന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാന്റെ കലാമല്ലേ, അതെന്തായാലും ഇൻഫ്ലുവൻസ് ആവും. അള്ളാഹ് അത് ആ ഒരു നെഗറ്റീവിനെ അള്ളാഹ് എനിക്ക് പോസിറ്റീവ് ആക്കി മാറ്റി തന്നു. അൽഹംദുലില്ലാഹ്. അതെ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് ഞാൻ റിഫ്ലക്ഷൻസ് ഇനി ആർക്കുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. ഒന്നിത് ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഇത് ഇപ്പൊ നടത്തിയത് സുക്കൂൺ സിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, സുക്കൂൺ സിസ്റ്റേഴ്സ് ഇവര് ഒരു ഡെഡിക്കേറ്റഡ് ഗ്രൂപ്പ് ഓഫ് സിസ്റ്റേഴ്സ് ആണ്. ഇവർ ഇങ്ങനത്തെ കുറച്ച് ക്ലാസ്സസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് അവർ അള്ളാഹ് സുബ്ഹാനഹു വ തആലയുടെ കലാം അതെല്ലാം ക്ലോസ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ദേ റൺ വേർഡ് ടു വേർഡ് ഖുറാൻ സ്റ്റഡി സർക്കിൾസ്. ഓക്കെ, അപ്പൊ അവർക്ക് ഇംഗ്ലീഷിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട്. മലയാളം ഇപ്പൊ അടുത്ത് തന്നെ തുടങ്ങാൻ പോകുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. അപ്പൊ അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്തായാലും ഇടും. അതായത് ഇപ്പൊ എല്ലാവരും പറഞ്ഞില്ലേ ഓരോ ആയത്തുകൾ കേട്ടിട്ട് അത് നിങ്ങളെ മനസ്സിൽ തട്ടി എന്നുള്ളത്. അപ്പം നമ്മൾ അള്ളാഹിന്റെ ഫുൾ ഖുർആൻ ഫുൾ കലാമ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ദുനിയയിൽ ഒരു സമാധാനം ഒന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ ദുനിയ അങ്ങനെയാണ്. പക്ഷെ ആകെ ഈ ദുനിയയിലുള്ള സമാധാനം എന്താണ്? അള്ളാഹ് സുബ്ഹാനഹു വ തആലയുടെ കലാം നമ്മൾ മനസ്സിലാക്കി അതിനെ പിടിച്ചു നിൽക്കൽ. കാരണം അള്ളാഹ് നമ്മളോട് സംസാരിക്കുന്നതാണത്. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ വെറുതെ ഓതി പോയിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ശരിക്കും എന്തൊരു നഷ്ടമാണ്. ഇപ്പോഴത്തെ കാലത്ത് അത്രയും ക്ലാസ്സസ് ഉണ്ട് ഇതെല്ലാം പഠിക്കാനായിട്ട്. അതുകൊണ്ട് ഇവര് സ്റ്റഡി സർക്കിൾസും എല്ലാം ഇവരുടെ അടുത്തുണ്ട്. സുക്കൂൺ സിസ്റ്റേഴ്സിന്റെ അടുത്ത് ഇംഗ്ലീഷും ഉണ്ട്. ഇപ്പൊ മലയാളം ഇൻഷാ അള്ളാഹ് സെപ്റ്റംബർ 1 തുടങ്ങും. അപ്പൊ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതിന് എന്താണ് നമ്മള് ഫസ്റ്റ് ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട്. അവർ ചെയ്യുന്നത് സൂറ ഫാത്തിഹ മുതൽ സൂറ നാസ് വരെ. ഓക്കെ, വീക്ക്ലി വൺസ് ആണ് ക്ലാസ്. വെറും പഠിപ്പിക്കൽ മാത്രമല്ല. ഓക്കെ, ജസ്റ്റ് ക്ലാസ്സസ് ഇങ്ങനെ ലെക്ചർ മാത്രമല്ല, നിങ്ങളെ നോക്കാനായിട്ട് നിങ്ങൾക്ക് മെന്റർ ആയിട്ട് ഒരാളും കൂടി ഉണ്ടാവും നിങ്ങളെ പഠിപ്പിക്കാൻ. ഓക്കെ, നിങ്ങളുടെ റിവിഷൻ എടുക്കാനും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഐ റിയലി സജസ്റ്റ് ഡിയർ സിസ്റ്റേഴ്സ്, നിങ്ങളും പഠിക്കുക. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് മറ്റുള്ളവർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇതിൽ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇവര് ടീനേജ് ക്ലാസ്സസും നടത്തുന്നുണ്ട്. 5 പില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ടീനേജേഴ്സിനെല്ലാം ശരിക്ക് എന്താണ് അവരെ ഇപ്പൊ നമുക്കറിയാലോ എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്. വേറെ തന്നെ രീതിയിലായിരിക്കണം അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഫണ്ണും ഇന്ററാക്റ്റീവ് ആയിട്ട് ശരിക്കും നല്ല രീതിയിലാണ് ഇവര് ഈ ക്ലാസ്സസ് ഒക്കെ നടത്തുന്നത്. അതിന്റെ എല്ലാം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ തന്നെ എൻക്വയറീസ് ഇതാ നമ്പറെല്ലാം ഇതിൽ കാണുന്നില്ലേ. അപ്പൊ നിങ്ങൾ അതിൽ വിളിച്ച് അന്വേഷിക്കാൻ എന്താണ്. ഓക്കെ, അപ്പൊ ടീനേജേഴ്സിനാണ് ഈ 5 പില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾക്ക് വേറൊരു ഇത് തദബ്ബുറുൽ ഖുർആൻ മലയാളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാച്ച് 1 ഓൾറെഡി കംപ്ലീറ്റ് ആയതാണ്. അൽഹംദുലില്ലാഹ്. ബാച്ച് 2 നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചായി. ഇപ്പൊ സൂറ അൽ ഇമ്രാന്റെ ലാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ കോഴ്സ് ഓൺലൈൻ ഉണ്ട്, ഓൺ സൈറ്റ് ഉണ്ട്. ഓൺ സൈറ്റ് അങ്ങ് ദുബൈയിലാണ്. ഓക്കെ, ഇതില് തഫ്സീർ മാത്രമല്ല, ഇതും അതേപോലെ തന്നെ ഗ്രൂപ്പ് ഇൻചാർജസും നിങ്ങൾ റിവിഷൻ എടുക്കലും എല്ലാ സംഭവവും ഉണ്ട്. ഇത് പിന്നെ സബ്ജക്ട്സും ഉണ്ട്. അതായത് ശരിക്കും ഒരു കോംപ്രിഹെൻസീവ് കോഴ്സ് ആണ്. ബിക്കോസ് ഒരു മുസ്ലിം അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ പഠിപ്പിച്ചു തരും. ഓക്കെ, അതായത് ദുആ ഉണ്ട്, ഗ്രാമർ ഉണ്ട്, സീറ ഉണ്ട്, ഫിക്ക് ഉണ്ട്. ഫിക്കിൽ വരുന്ന നിസ്കാരത്തിന്റെ ഫിക്ക്, ഓക്കെ, സക്കാത്തിന്റെ ഫിക്ക്, പലതും. അതായത് നമ്മളെ ഇബാദത്തുകൾ ഉണ്ടല്ലോ,
ഓക്കെ. അത് മൊത്തം ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. തജ്വീദ് ഉണ്ട്, ഓക്കെ, അഖ്ലാഖ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് സബ്ജക്ട് സൈറ്റ്. അപ്പൊ ഇത് ആഴ്ചയിൽ 3 ദിവസമാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് 3 ദിവസമാണ്. ഓൺ സൈറ്റും ഉണ്ട്, ഓൺലൈനും ഉണ്ട്. മൺഡേ തേഴ്സ്ഡേ ആണ് ഇവരെ നമ്മളെ തഫ്സീർ. അത് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. സബ്ജക്ട്സ് വെനസ്ഡേ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്താണ് ഈ കാണുന്ന നമ്പർ ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ. ഓക്കെ. അപ്പൊ അൽഹംദുലില്ലാ ഇന്നത്തെ ക്ലാസ് വളരെ നല്ല രീതിയിൽ അൽഹംദുലില്ലാ നടത്താൻ പറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് അത് ബെനിഫിഷ്യൽ ആയി എന്ന് കരുതുന്നു. പിന്നെ നിങ്ങളെ ബ്യൂട്ടിഫുൾ റിഫ്ലക്ഷൻസും എല്ലാം എല്ലാവർക്കും അതൊരു നല്ല ഇൻസ്പിറേഷൻ ആയി എന്ന് കരുതുന്നു. ഓക്കെ, അൽഹംദുലില്ലാ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനില്ലെങ്കിൽ നമുക്കിത് എൻഡാക്കാം. ഓക്കെ, പുതിയ ആൾക്കാരെ കാണുന്നുണ്ട്. സിസ്റ്റർ സഫീറക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കണേ. Hi, Assalamu alaikum. Walaikum salam wa rahmatullahi wa barakatuh. So, പറയാനുള്ള അഭിപ്രായം is mostly repeating of what a lot of other sisters had said. Barakallahu feek. പക്ഷേ like it's a very pertinent topic for today. ഈ ഒരു കാലം where you know so much is happening globally. നമുക്കൊരു മനസ്സിലാവാതും okay why such inequalities and tragedies and you know അങ്ങനെ there's no answer. So അങ്ങനെ നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മൾ ഇത്രയും അനീതി ആൻഡ് ഇൻജസ്റ്റിസ് ഹാപ്പനിങ് കാണുമ്പോൾ നാച്ചുറലി വാട്ട്സ് ഹാപ്പനിങ് ഇസ് നമ്മുടെ കുട്ടികളുടെ അടുത്ത് തന്നെ വരുന്ന ഒരു ചോദ്യമാണ് ലൈക്ക് യു നോ ഇറ്റ്സ് ക്വസ്റ്റനിങ് ഓഫ് ഫെയ്ത്ത്. സോ ഇസ് അല്ലാഹ് നോട്ട് സീയിങ് why is this happening? നിങ്ങളിപ്പം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ. So when all those questions come, that question of faith and നമുക്ക് കാര്യമായിട്ട് you know faith is an anchor for us that you know whenever anything else tangible is not there, faith is what anchors us down. It's now being questioned down. That is when this tawakkul and this faith in qadar and faith in a greater plan for Allah comes out. So I think today's topic was very important and very pertinent and very well explained by you. Apam adine barakallahu feek. I also wanted to say one important thing. One of the sisters, adonana and I raised. Otherwise, I didn't want to repeat what everyone else had said. One of the sisters had said, you know, worried about how to impart this to the children, which is a very important point. നമുക്ക് പേടിയുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു പ്രായം എത്തിക്കഴിഞ്ഞാലും 40-45 നമ്മൾ എത്തിക്കഴിഞ്ഞാലും we know this. അപ്പൊ നമുക്ക് ആ ഒരു ഖദർ ആൻഡ് വിശ്വാസം നമുക്ക് തന്നെ നമുക്ക് വരുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ജീവിത എക്സ്പീരിയൻസസ് നമ്മളെ കൈമേൽ ഉള്ളത് കൊണ്ട് we believe. So how do you this to children? And I would say it is just by using this language. ഇങ്ങനത്തെ ഒരു ലാംഗ്വേജ് വീട്ടിൽ as the more you use such language where you see and you emulate it in the house, അതായത് ഒരു calamity വന്ന് അല്ലെങ്കിൽ എക്സാമിൽ ഒരു റിസൾട്ട് അത്ര നന്നായിട്ട് വന്നിട്ടില്ല, അന്നേരം you don't get crushed, you don't get full ബേജാറാവാതെ അതോ ഇതെന്താ സംഭവിച്ചത് പറയാതെ അൽഹംദുലില്ലാ it's okay, there is a bigger plan for you in the Paryanangile. Immediately what happens is the children start emulating this. And I have to give credit where credit is due, because this is even impartable for our older people. Namakku rendu groups are where we find sensitive, the younger ones and the older generation. Where the older generation haven't been exposed to this kind of teaching, so avarum ingana inda namakku ingana theerathadu, you know, that's another group that tends to have it. Alhamdulillah, my house has been blessed with a mother who is 73 years old. But we have seen this power of faith and the power of mother. She's 73 years old. കാണേണ്ടതൊക്കെ കണ്ടിട്ടുണ്ട്, അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. മൂപ്പര് കുറെ കരയും. സ്കിറ്റ്സ് കഴിഞ്ഞാൽ മുഖം ഫുള്ളും ചോരക്കട്ട പോലെ ആയിരിക്കും കരഞ്ഞിട്ട്. ബട്ട് if there is anything that happens in our household, the first person everybody goes to is the 73-year-old. Whereas ഞാൻ കുറെ വീട്ടിൽ കാണാറുണ്ട്, ഈ പ്രായമായ ഒരു ഉമ്മ ഉണ്ടെങ്കിൽ ഒരു ഉമ്മാമ ഉണ്ടെങ്കിൽ അവരോടൊന്നും പറയാനില്ല. ബിക്കോസ് അവർ ബേജാറായി പോകും, ടെൻഷൻ ആയി പോകും, പറയണ്ടെന്നാണ് വിചാരിക്കുക. പക്ഷെ it's pertinent to both. If you have that belief in tawakkul and you have that belief in qadar and you have that belief that you know this is here, പക്ഷെ ഇത് പഠിച്ചു നമുക്ക് വിധിച്ചതാണ്, അപ്പൊ ഇതിൽ അൽഹംദുലില്ലാ ഒരു ഖൈർ ഉണ്ട് എന്നുള്ള വിശ്വാസം അപ്പൊ തന്നെ ഉണ്ടെങ്കിൽ it will pass down. We got it from our mother, we are passing down inshallah to our children. അപ്പൊ ആ സിസ്റ്ററിന് വേണ്ടിയിട്ട് I thought, you know, I'll just bring in this point that it's not lost. Inshallah our children will emulate it from us and
don't stress about it, inshallah. ഇൻഷാല്ലാ. അത് തന്നെ നമ്മള് വീട്ടിൽ എങ്ങനെയാണ് നമ്മളിപ്പോ ഇത് പഠിച്ച്, അതായത് ഖുറാന് പഠിച്ച് എന്നിട്ട് പിന്നെ ഒരു മാറ്റവും നമ്മള് ഇതിൽ വന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് പിന്നെ കുട്ടികളോട് നമ്മൾ പറഞ്ഞിട്ടുന്ന കാര്യം? കുട്ടികളോട് മാത്രമല്ല, ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ മറിച്ച് നമ്മളിത് പഠിച്ച് നമ്മൾ ആ മാറ്റം തന്നെ അവർ കാണണം. പ്രീച്ചിങ്ങിനെക്കാട്ടി എപ്പോഴും നല്ല എന്താണ്, നമ്മൾ ആക്ഷൻ സ്പീക്ക് ലൗഡർ ദൻ വേർഡ്സ് ഉണ്ടല്ലോ. അതായത് അത് തന്നെയാണ്. അതായത് നമ്മൾ ആ മാറ്റം, നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നത്, അത് എല്ലാവരും അത് നോക്കുന്നുണ്ട്. കുട്ടികൾ പ്രത്യേകിച്ചും ദേ ആർ വാച്ചിങ് അസ് എവറി ടൈം. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കാൻ. പിന്നെ ദുആ തന്നെ, വേറൊന്നുമില്ല. ശരിയാണ്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലതും കാണുമ്പം കുട്ടികൾക്ക് ആ ഫെയ്ത്ത് ഇല്ലാണ്ടായി പോകുന്നുണ്ട്. പിന്നെ കുറെ എന്താണ് ഔട്ട്സൈഡ് ഇതും ഉണ്ട്, എന്താണ് ഈ ഫെയ്ത്ത് മാറ്റാനും. ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ലേ, കുറെ ആള് എഗ്നോസ്റ്റിക് ആണ്, കുറെ ആള് ഏത്തിസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ? അപ്പൊ അതെല്ലാം ശരിക്കും ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ എല്ലാം ഒരു ഫാമിലിയിൽ വരുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പഠിച്ചേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അള്ളാന്റെ ബ്യൂട്ടിഫുൾ കലാം ഇറക്കിയിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണം, നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? നോളേജ്. അതാണ് നമ്മൾ എന്തായാലും പഠിച്ചേ പറ്റൂ. അതേ ഉള്ളൂ. ഇപ്പൊ ദർ ഇസ് നോ എക്സ്ക്യൂസ്. കാരണം ഇപ്പൊ ഈസിയാണ് പഠിക്കാൻ, അല്ലെ? എവിടെയും നമ്മൾ ഓടിപ്പോണ്ട പഠിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഇറ്റ് ഈസ് ഓൺ ആർ ഫിംഗർ ടിപ്പ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെ? അപ്പൊ ഈ ഒരു എന്താണ് അവസരം, നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി എല്ലാം യൂസ് ഇറ്റ് ബിഫോർ ഓൾ ദിസ് ഇസ് ഗോൺ. അതുകൊണ്ട് നമ്മളിത് യൂസ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും അതിന്റെ തൗഫീക്ക് നൽകട്ടെ. ആ ബെനിഫിഷ്യൽ നോളേജും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും, പ്രത്യേകിച്ച് നമ്മളെ മക്കൾക്ക് ഹിദായത്തിനും നമ്മൾക്കും ഹിദായത്തിനും എല്ലാം വേണ്ടിയിട്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ നമ്മൾ ടൈം കുറച്ച് കടന്നുപോയി, എന്നാലും അൽഹംദുലില്ലാ. ബാറക്കല്ലാഹു ഫീക്കും ഫോർ ഓൾ യുവർ ബ്യൂട്ടിഫുൾ റിഫ്ലക്ഷൻസ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് നശഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.